Good morning. Glory to God. ഞാനായിരിക്കേണ്ടവൻ ഞാനായിരിക്കും. That's beautiful, isn't it? That really spoke to my heart. I am who I ought to be. Many times we don't know what we need. നമുക്ക് എന്തോ വേണ്ടത്, നമ്മുടെ ആവശ്യം എന്താ എന്ന് പലർക്കും അറിയത്തില്ല. We have misguided concepts about our need. ചില വീട്ടുകളിൽ ചെന്നാൽ നമ്മളോട് ചോദിക്കത്തില്ലേ, കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ തണുത്തതോ ചൂടോ എന്തെല്ലുമായിട്ട് നമ്മൾ പറയുന്ന ഒരു സ്വഭാവം നമുക്കല്ലേ. പക്ഷെ ഒരു വെസ്റ്റേൺ കൺട്രി പോയാൽ അവർ അങ്ങനെയല്ല കേട്ടോ. അവരെ ഫോളോ ചെയ്യാൻ പറയല്ല. പക്ഷെ അവർക്കറിയാം അവർക്ക് എന്നാ വേണം. എനിക്കൊരു അവരങ്ങ് സ്പെസിഫൈ ചെയ്യും. ചില ചോദിക്കാൻ പോയത് കുഴപ്പമാണല്ലോ നമ്മൾ ഓർക്കും. സ്പെസിഫിക്കേഷൻ അത് ഒരു ഷുഗർ ഇടാവുള്ളൂ, ഇത്ര കുഴപ്പമാവുള്ളൂ, ഇത്ര വലിപ്പമാവുള്ളൂ. They know specifically what they want, and it's good to know. A lot of times we are confused about what we need. Above all, we are confused about who we need. Many times you think ഇന്നത്തെ നിങ്ങളുടെ ആവശ്യം സൗഖ്യമാണ് നിങ്ങളുടെ വിശ്വാസം. അപ്പം അവിടെ ആ ലെവലിലേക്ക് കർത്താവ് ഇറങ്ങി വരും. യാവേ റോഹ് റാവേ റാഫ, ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലത്ത് യു. നിന്നെ ഏറ്റവും അധികമായി മതിക്കുന്ന വിഷയം വന്ന് ശരീരത്തിൻ്റെ തളർച്ചയാണ്. ഇന്നലെ രാത്രി എനിക്കത് ആവശ്യമായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഓർത്ത് പാസ്റ്റർ ഇബിയെ വിളിച്ച് പറയാം, നാളത്തേക്ക് വേറെ ആരെങ്കിലും കണ്ടെത്തണം എന്ന് പറയാമെന്ന് വിചാരിച്ചു. But he became my healing. അവൻ ശത്രുക്കൾക്ക് മുമ്പാകെ നമുക്ക് മേശ ഒരുക്കുന്ന കർത്താവ്. ഞാൻ പറഞ്ഞ കർത്താവേ, ഇപ്പം എൻ്റെ ശത്രു ഈ രോഗമാണ് അല്ലെങ്കിൽ ഈ തളർച്ച ശരീരത്തിൽ. അതുകൊണ്ട് ഞാനൊരു കർത്തൃമേശ തന്നെ എടുത്തു, മുറിക്കാത്തിരുന്നു. I said, ഈ രോഗസൗഖ്യം ഈ മേശയിൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സൗഖ്യത്തിൻ്റെ അഭിഷേകം വ്യാപരിച്ചു. I was well. This has happened to me many times. ചിലപ്പം നിങ്ങളുടെ ആവശ്യം അന്നൊരു ബില്ലടയ്ക്കാനായിരിക്കും, സ്കൂൾ ഫീസ് അടയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ മോനെ എൻജിനീയറിങ്ങിന് അഡ്മിഷനാക്കാനുള്ള 3 ലക്ഷം രൂപ ആയിരിക്കും. അന്ന് നിങ്ങൾക്ക് ദൈവവും വേണ്ട, പാസ്റ്ററും വേണ്ട. അന്ന് നിങ്ങൾക്ക് വേണ്ടിയ ദൈവം വരേണ്ടത് പണത്തിൻ്റെ രൂപത്തിലാണ്. യഹോവ എൻ്റെ സമ്പത്താണ്. God my portion. Are you happy? God is willing to come down to your level. നമ്മൾ ഏത് നിലയിലാണോ അങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ഒരാളാണ് നമ്മുടെ ദൈവം. പത്രോസിനോട് യേശു ചോദിച്ചു, ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ മൂലഭാഷ പറഞ്ഞു, ഡു യു അഗാപേ മീ? ലോർഡ്, ഐ ഫില്ലയോ യു എന്നാ വാക്ക്. ഇഷ്ടപ്പെടുന്നു. ഫില്ലയോ മീൻസ് ലൈക്ക്. Jesus again said, Simon, son of Jonas, do you love me? So Peter said, Jesus, I feel you. അവന് സത്യം പറയേണ്ടത് കർത്താവിനെ എല്ലാം അറിയാമല്ലോ. യേശു 3-ാം പ്രാവശ്യം ചോദിച്ചു, പീറ്റർ, ഡു യു ഫീൽ യോ മീ? നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് ധാരാളം മതി. അവൻ പത്രോസ് പൊട്ടിക്കരഞ്ഞു. നിങ്ങളായിരിക്കുന്ന നിലയിലേക്ക് ഇറങ്ങി വന്ന് താനായിരിക്കുന്നിടത്ത് താനായിരിക്കുന്ന നിലയിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. He doesn't point a finger and blame us. നമ്മെ കുറ്റപ്പെടുത്തി, നമ്മെ ശാപവാക്ക് പറഞ്ഞ്, ശകാരിച്ച്, വഴക്ക് പറഞ്ഞ്, തമിഴ് പറയണ തിട്ടി താണ്ടി വഴക്ക് പറഞ്ഞ്, കൊച്ചാക്കി, കശക്കി, ഞെരുക്കി, ചുരുട്ടിക്കുട്ടി, മൂലയിട്ടച്ച് പോകുന്ന ഒരു ദൈവമല്ല. He finds you where you are and he lifts you to where he is. I'm the one who I ought to be for you. While I was listening to him, ഇതൊക്കെ ദൈനംദിന ജീവിതങ്ങളിൽ ആവശ്യമാണ് സഹോദരങ്ങളെ. സൗഖ്യം. പിന്നെ എനിക്ക് സൗഖ്യമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പറ്റുന്നു.
പിന്നെ ഞാൻ പണമുള്ളതുകൊണ്ടാണ് എനിക്കൊരു പ്ലെയിനിൽ കയറി വരാൻ പറ്റിയത്. എനിക്കൊരു വീടുള്ളതുകൊണ്ടാണ് വീട്ടിൽ വന്ന് 3 ദിവസം വിശ്രമിച്ചിട്ട് തിരിച്ചിവിടെ വരാൻ പറ്റിയത്. എനിക്കൊരു ഭാര്യ ഉള്ളതുകൊണ്ടാണ് എന്നെ കരുതാൻ, എന്നെ ബാക്കപ്പ് ചെയ്യാൻ. ഒരു സഭയുള്ളതുകൊണ്ടാണ് ഒരു പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അയക്കുന്നത്. ഈ പല പല കാര്യങ്ങളും ഇതെല്ലാം മൊമെൻ്ററി, നൈമിഷിക കാര്യങ്ങളാണ് പലതും. പക്ഷെ ഒരു നിത്യ ആവശ്യം നമുക്കുണ്ട്. അതാണ് കർത്താവ്. ആക്ച്വലി ദാറ്റ് ഈസ് വാട്ട് ഹി ഈസ് ടു അസ്. പെട്ടെന്ന് നിങ്ങൾ പറയും നിത്യജീവൻ. നിത്യജീവൻ നിത്യ ആവശ്യമാണ്. പക്ഷേ നിത്യജീവൻ നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ കാര്യം വേറൊന്നാണ്. നിത്യജീവൻ നിത്യേന ജീവിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അത് നിത്യതയിൽ പോയി ജീവിക്കുന്നതല്ല, ഇപ്പം ജീവിക്കാനുള്ള നിത്യജീവൻ. പക്ഷെ ഈ നിത്യജീവൻ എന്ന ദൈവജീവൻ നിങ്ങളുടെ അകത്ത് വരാൻ കാരണം അവൻ വേറെ ഒരു സൊല്യൂഷനായി തരുന്നത് കൊണ്ടാണ്. അത് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം മാത്രമല്ല. യേശു വന്നത് നിങ്ങളുടെ പാപം പരിഹരിക്കാൻ മാത്രമല്ല. യേശു വന്നത് നിങ്ങളുടെ രോഗം സൗഖ്യമാക്കാൻ മാത്രമല്ല. യേശു വന്നത് നിങ്ങളുടെ കടഭാരം നീക്കാൻ മാത്രമല്ല. യേശു വന്നത് നിങ്ങളുടെയും എൻ്റെയും ഈ തലമുറയുടെയും കഴിഞ്ഞ സകല തലമുറകളുടെയും ഇനി പ്രത്യേകിച്ച് വരാനിരിക്കുന്ന എല്ലാ തലമുറകളുടെയും ഏറ്റവും വലിയ ആവശ്യമായ ഒരത്യാവശ്യം നിവർത്തിക്കാനാണ് യേശു വന്നത്. അത് വളരെ തിട്ടമായും വ്യക്തമായും ഞാൻ മനസ്സിൽ കാണും. പലപ്പോഴും നാം അത് വിസ്മരിക്കുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. ആ നിലയിൽ നാം ദൈവത്തെ കണ്ടില്ലെങ്കിൽ, ആ നിലയിൽ നമുക്ക് വേണ്ടി ആയിത്തീർന്നവൻ എന്ന് നാം ദൈവത്തെ കണ്ടില്ലെങ്കിൽ, we are likely to miss out the best and the greatest that God has to offer to us. I want to read to you from the book of Acts chapter 3. Verse 25. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിയമം എന്നുള്ളടുത്ത സിസ്റ്റർ ഉടമ്പടി എന്ന് വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. നിയമത്തിന് പകരം ഉടമ്പടി എന്നിട്ടൊന്നു വായിച്ചേ. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രാഹാമിനോട് അരുളി. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെ പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. You are the sons of the prophets and the covenants that God made with your fathers, saying that in you all the nations of the earth shall be blessed. You are the sons, and English you can come. You are the sons of the prophets and the covenant. You are the sons of the prophets and the covenant. It is you who are the sons of the prophets and of the covenant which God made with your fathers. I want to talk about your sonship actually. ഞാൻ ഇന്നലെ വൈകിട്ട് യൗവനക്കാർ ക്ലാസ്സിലെടുത്തപ്പോൾ I talked to you about identity. Your identity is not what you do, it's not what you have, but whose you are. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ളതല്ല നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ്. നിങ്ങൾ കഴുത്തെ ധരിക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ നോക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കും. ഇത് ഇന്നാരാണ്, ഇത് ഇന്നാരുടെ മോനാണ്, ഇന്ന അഡ്രസ്സിലാണ്. ദാറ്റ്സ് വാട്ട് your identity card gives confidence to the one looking at you or admitting you into the place. But quite a few times the one wearing the identity card does not have enough confidence on himself. ധരിച്ചിരിക്കുന്ന ആൾ അവനെ തന്നെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ഇല്ല. I was talking about that to the young people last night. അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി not as a musician, not as a talented guy, not as a smart looking guy, not as a beautiful lovely pretty girl. They are temporary, flippant, false identities. നിങ്ങളുടെ ശ്വാശ്വതമായ തിരിച്ചറിയൽ നിങ്ങളെക്കുറിച്ചുള്ളത് നിങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനുമാണ്.
You are the son of the living God. Because we have heard about it so often. നമ്മൾ ദൈവത്തിൻ്റെ പൈതങ്ങളാണ്, നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്നത് കൊണ്ട് we often hear that. കർത്താവേ നിൻ്റെ പൈതലാണ് ഞാൻ എന്നൊക്കെ നമ്മൾ പാടും അല്ലേ? നമ്മളങ്ങനെ പാടും. നമുക്ക് അതിൻ്റെ ആ ഗൗരവം അങ്ങോട്ട് നമ്മുടെ ഹൃദയത്തിന് ആഴത്തിൽ കയറിയിട്ടില്ല. ഇന്ന് കാലത്ത് ഞാൻ ഇന്നലെ തന്നെ തുടർച്ചയായിട്ടാണ് ശരിക്കും ഇന്ന് കാലത്ത് ഞാൻ എടുത്തത്. പക്ഷെ ഞാനത് കണക്ട് ചെയ്തത് നിങ്ങളോട് പറഞ്ഞാലേ ഉള്ളൂ. Those who were hearing last night and those who attended this morning would know there's a flow from yesterday. And now I'm continuing on the topic, though I'm speaking in another session. ഞാൻ പഴയ സെഷനിലേക്ക് മടങ്ങി പോകാൻ നോക്കത്തില്ല, സമയം കാണുന്നില്ല. I want to continue from where I left in the morning. Yet this is a separate message by itself. I want you to know that God looks at you, not his servant. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ തമ്മിൽ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസ എന്നോണ്ട് വിശേഷം ചോദിക്കും. അതിന് ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട് അങ്ങോട്ട് ചോദിക്കാനായിട്ട്. കർത്താവിൻ്റെ ദാസന്മാർ നമ്മൾ അങ്ങോട്ട് അല്ലേ ഏറ്റവും ഇഷ്ടമല്ല. വളരെ ചുരുക്കമേ ഉള്ളൂ. ദൈവത്തിൻ്റെ അഭിഷിക്ത എന്ന് വളരെ ചുരുക്കമേ പറയാറുള്ളൂ. ദൈവത്തിൻ്റെ അഭിഷിക്ത എന്നാണ്ട് വിശേഷം നമ്മൾ ചുരുക്കമായി. കർത്താവിൻ്റെ ദാസ എന്നാണ്ട് വേല, എന്നാണ്ട് വിശേഷം. കർത്തൃവേലക്കാർ എന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ, അത് നമുക്കൊരു അഭിമാനമുണ്ട്. കർത്താവിൻ്റെ വേലയിലായി കർത്തൃവേല ചെയ്യുക അതൊരു അഭിമാനമല്ല. അത് ദൈവത്തിന് ഇഷ്ടമല്ല. സത്യം പറഞ്ഞു അതൊരു ട്രഡീഷനാണ്. കർത്തൃദാസനായിരിക്കുക, കർത്താവിൻ്റെ വേലക്കാരനായിരിക്കുക. പാസ്റ്റർ ഒരു ദുരുപദേശം മറ്റോ പറയാൻ പോവാന്ന് എനിക്ക് തോന്നുന്നു. അല്ല സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന് സന്തതികളും മനുഷ്യർക്ക് ദാസന്മാരുമായിരിക്കണം. മനുഷ്യന് ദാസന്മാരായിരിക്കണം. പൗലോസ് അങ്ങനെ പറയുന്നത്. ഞാൻ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ക്രിസ്തുയേശു കഴിഞ്ഞാൽ പിന്നെ പിൻപറ്റാൻ നോക്കുന്നത് പൗലോസിനെയാണ്. കാരണം വേറെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ നിങ്ങൾ എന്നെ പിൻപറ്റുവാൻ. വെറുതെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 2 പ്രാവശ്യം എഴുതിയിട്ടില്ല അത്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തപ്പോൾ അതുകൂടെ അങ്ങ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? അനുകരിക്കുക. എല്ലാം ഒന്നും മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾ. സത്യം പലതും മനസ്സിലാക്കാഞ്ഞിട്ടും അനുകരിച്ച് കഴിയുമ്പോൾ ഇത് മനസ്സിൽ തെളിയാൻ തുടങ്ങി. ഇങ്ങനെയായിരുന്നല്ലോ ഇതിൻ്റെ അർത്ഥത്തോടെ മനസ്സിലായി. Being a copycat is not really bad. So you're not copying to get the pass mark, you know. ജയിക്കാൻ വേണ്ടി കോപ്പി ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിൽ നല്ല മാതൃകളെ പിൻപറ്റുന്നത് നല്ലതാണ്. ഈ പുരുഷൻ കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിച്ചൊരു വാക്യമാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. അത് 2 കൊരിന്ത്യരല്ല. ഇത് കുറേ ദിവസമാണ് കർത്താവിനോട് സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇത്രയും സ്ഫുടമായിട്ട് പൗലോസ് അത് ചെയ്യുന്നത് ഞാൻ ആദ്യം കാണുന്നത്. 2 കൊരിന്ത്യർ 4:5 പറയുന്നു, What we preach is not ourselves, but Christ Jesus the Lord, and ourselves your born servants for Jesus' sake. മലയാളത്തിൽ ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. താങ്ക് യു. പലപ്പോഴും ഞങ്ങളുടെ ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ ഞാൻ അറിയാതെ പറയുന്നത് ദൈവദാസൻ എന്നാ പറയുന്നുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ വായി വരുന്നത്. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ദേഷ്യം പിടിപ്പിക്കുന്ന വിശ്വാസികൾക്ക് വരും പറയും, ഞാനേ നിങ്ങളുടെ ആരുടെയും വേലക്കാരനല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വേലക്കാരനാണ്. പറഞ്ഞിട്ടുണ്ടോ ദൈവദാസന്മാർ? നിങ്ങൾ തീർച്ചയായും ഞാൻ നിങ്ങളുടെ ആരുടെയും വേലക്കാരനോ ശമ്പളക്കാരനോ അല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വേലക്കാരനാണ്. അത് പൊട്ടിത്തെറിക്കും ആ തിയോളജി. ഇവിടെ പൗലോസ് പറയുക, ഞങ്ങളെ തന്നെ അല്ല ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ആ ബോൺ സെവൻ എന്ന് പറഞ്ഞാൽ അടിമയായ ദാസൻ. ഈ മനോഭാവമാണ് എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഞാൻ സമയമുണ്ടെങ്കിൽ ആ കാരണത്തിലേക്ക് മടങ്ങി വരാം. ഇതിൻ്റെ അടുത്ത ഭാഗം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമുക്ക് എളുപ്പം ദൈവത്തെ സേവിക്കാൻ എളുപ്പമാണ്, മനുഷ്യനെ സേവിക്കാൻ പ്രയാസമാണ്? കാരണം മനുഷ്യൻ തിരിഞ്ഞ് നമുക്ക് പണി തരും. മനുഷ്യരെ 1 സേവിച്ചു 2 സേവിച്ചു 3 സേവിക്കുമ്പോൾ അവൻ തിരിച്ച് സേവിക്കും നമുക്കിട്ട്. അത് പറയുമ്പോൾ ഈ സേവനം നിർത്തിയെന്ന് പറയും, ഞാൻ വേറെ സേവിക്കാമെന്ന് പറയും. അല്ല ഞാനും തിരിച്ച് സേവിക്കും. പണ്ടത്തെ കഥ അറിയാമല്ലോ. ചെള്ളയ്ക്ക് അടി അടിച്ചു, ഒരുത്തൻ മറ്റൊരു ചെള്ളക്കടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഒരു ചെള്ളക്കടിച്ചാൽ മറ്റേ ചെവിങ്ങൾ കാണിച്ചു തരാനല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റേ ചെവികൾ കാണിച്ചു തരാൻ പറഞ്ഞു. അന്നേരം ഈ പുള്ളി കോട്ട് ചെയ്തു, യഹോവയുടെ വിലങ്കായി വീര്യം പ്രവർത്തിക്കുന്ന അവരോടെല്ലാം കൂടെ കൊടുത്തു. അങ്ങനെ ചെയ്യാം നമുക്ക്. യഹോവയുടെ വിലങ്കായി വീര്യം പ്രവർത്തിക്കും. അപ്പം ഒരു ചെവി കൊടുത്താൽ ഒരു ചെള്ളക്കടിച്ചാൽ മറ്റേ ചെള്ള കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല, മറ്റേതിനും വാക്യമുണ്ട്, വീര്യം പ്രവർത്തിക്കാനും വാക്യമുണ്ട്. വേണേ കോട്ടിയാം, അറിയാവുന്ന കോട്ടി.
അടി കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചേട്ടാ എത്ര നാളാണ് സേവിക്കുന്നത്, ഇവന്മാരെ സേവിച്ച് എൻ്റെ സേവനത്തിൻ്റെ ബാറ്ററി തീർന്നുപോയി. മൈ സെർവർ ഈസ് നൗ തേഞ്ഞുപോയി, എൻ്റെ സെർവർ തേഞ്ഞുപോയി. സേവിച്ച് മടുത്ത് കർത്താവെ സേവിച്ച. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവെ ഞാൻ ഈ സഭയെ സേവിച്ച് അല്ലെങ്കിൽ ദൈവമക്കളെ സേവിച്ച് മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണ് ദൈവത്തെ സേവിക്കാൻ. അവരെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഈസ് ഓൾവേസ് ഗുഡ്. ഇനി നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് ചെയ്താലും കർത്താവ് വഴക്ക് പറയാത്തില്ല. നമ്മളൊരു ദിവസം ചർച്ചിൽ ചെന്നില്ലേലും ചർച്ചുകാരെ പിടിക്കും. പാസ്റ്റർ എവിടെയായിരുന്നു? എൻ്റെ പോലെ ഞാൻ ഇന്നലെ എൻ്റെ പിള്ളേരെയും കൊണ്ട്, പാസ്റ്റർ ശനിയാഴ്ച പിള്ളേരെയും കൊണ്ട് വിടില്ല. എന്നാ കളിയാ പാസ്റ്റർ ശനിയാഴ്ച? ദൈവത്തെ അങ്ങനത്തെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ദൈവം വളരെ അക്കോമഡേറ്റീവാണ് സത്യം പറഞ്ഞ മക്കളെ പ്രതി. അല്ലാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല. God is a good person to really serve. And people are very difficult people to serve. But God doesn't want you to be His servant. ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ഇനി പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നിനക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ പിന്നെയും ദാസന്മാരായിരിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. റോമർ 8 പറഞ്ഞത്, You have not been given a spirit of slavery again to fear. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അതുകൊണ്ട് ഞങ്ങൾ അറിയാതെ കർത്തൃദാസന്മാർ വിളിക്കുന്നെങ്കിലും ദൈവം ഇടയ്ക്ക് ചെള്ളക്കടിച്ചെന്നോട് പറഞ്ഞു, നീ കർത്തൃദാസനല്ല, നീ മനുഷ്യൻ്റെ ദാസനായിരിക്കണം. നീ കർത്താവിൻ്റെ പുത്രനാണ്. ഇന്ന് കാലത്ത് പറഞ്ഞു, ദൈവം ഒരു എന്നോട് ചോദിച്ചു, നിന്നെ എത്ര പേരെ ഗുഡ് മോർണിംഗ് ദേവപുത്ര എന്ന് വിളിച്ചിട്ടുണ്ട്? ഞാൻ രാവിലത്തെ ഒരു ചെറിയ സാക്ഷ്യമാകാം, ഒന്നുകൂടെ പറഞ്ഞേക്കാം. റോമാലേഖനം 8:16 ഞാൻ ഒരു ദിവസം ധ്യാനിക്കുമായിരുന്നു. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. എനിക്കൊരു ചെറിയ സ്വഭാവമുണ്ട്. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കും, ഇങ്ങനെ ചെറിയ ഡയറികളിൽ എഴുതും. ഇതിനേക്കാൾ ചെറുതായിരിക്കും, ഇങ്ങനെ പോക്കറ്റിൽ കാണും, ഇങ്ങനെ പോക്കറ്റിൽ നടക്കും. അപ്പോൾ അത് വണ്ടി ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും റെഡ് ലൈറ്റ് നിൽക്കുമ്പോഴൊക്കെ ആരെങ്കിലും മുഖത്ത് നോക്കും. ബസ് നിന്നാലും വല്ല പെമ്പിളാരെ മുഖത്ത് നോക്കിയിരിക്കാതെ ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കും. ഈ വാക്യം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഈ വാക്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അകത്തതങ്ങ് നിറയും. യഹോവൻ ന്യായപ്രമാണം സന്തോഷിച്ച് ന്യായപ്രമാണത്തിന് അപ്പോൾ ധ്യാനിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഭാഗ്യവാനല്ല, ഭാഗ്യം ലോട്ടറിക്കാർക്കുള്ള നമുക്കുള്ളല്ല. Blessed is the man who meditates the word of God day and night. He shall be like. Now I've learned the practice of meditating the word of God. In fact, that's the reason why I'm alive today. Otherwise I would have been dead long back. So many sicknesses attacked me. But the word of God, which I used to meditate constantly, especially at the meal table. I told you this morning, I meditate the word of God at the meal table. കാരണം യഹോവ തന്റെ ഭക്തന്മാർക്ക് ആഹാരം നൽകുന്നു, അവൻ തൻ്റെ ഉടമ്പടിയെ എന്നേക്കും ഓർക്കുന്നു. അവൻ തൻ്റെ ശത്രുക്കൾക്കും നമുക്കൊരു മേശ ഒരുക്കുന്നു. അവൻ തൻ്റെ ഉടമ്പടിയെ ആ മേശയിൽ ഓർക്കുന്നെങ്കിൽ എനിക്കെന്നാ വേറെ വല്ല ഓർത്തോട് കഴിക്കാൻ ഇഷ്ടം? അവൻ ഉടമ്പടി ഓർക്കുമ്പോഴാണ് എനിക്ക് ഭക്ഷണം തരുന്നെങ്കിൽ ഞാനും ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉടമ്പടി ഓർത്തോട് വേണ്ട കഴിക്കാൻ. അതുകൊണ്ട് അവൻ പറയുന്നത്, ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗത്തിൻ്റെ നടുവിൽ നീക്കിക്കളയും, നിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടമാകില്ല, നിന്റെ ആയുസിൻ്റെ ദിവസം ഞാൻ പൂർത്തീകരിക്കും. These are good things to remember when you eat the food. ഭക്ഷണം കഴിക്കുമ്പം ടെലിവിഷൻ കണ്ടും മൂളിപ്പാട്ട് പാടിയും അല്ല ഭാര്യയെ കുറ്റം പറഞ്ഞൊന്നും ഭക്ഷണം കഴിക്കരുത്. കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞു, നേരെ ഇരിക്കണം, എഴുന്നേറ്റ് പോടാ, ഇതൊന്നും പറഞ്ഞു കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞു ഭക്ഷണം കഴിക്കരുത്. കുഞ്ഞുങ്ങൾ മോശമായിട്ട് പെരുമാറുന്നെങ്കിൽ മുറിക്കാൻ തന്നെ ഇരുന്ന് കഴിച്ചോണം, വഴക്കുണ്ടാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കരുത്. കാരണം ഭക്ഷണ മേശയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ രഹസ്യങ്ങളെ സംസാരിക്കണം, അതിൻ്റെ വെളിപ്പാടുകളെ ആഗ്രഹിക്കണം. അതിനെക്കുറിച്ച് അങ്ങോട്ട് നിങ്ങൾ റൊട്ടി കീറി മുറിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വചനം കീറി മുറിച്ചുള്ള ഭക്ഷണം കഴിച്ചു നോക്കി, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ അഭിവൃദ്ധി തലങ്ങൾ വർദ്ധിക്കും. പിന്നെ രോഗത്തിന് വേണ്ടി അധികം പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല, സമ്പത്തിന് വേണ്ടി കടക്കാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. ദൈവത്തിൻ്റെ സമൃദ്ധി നിങ്ങളുടെ ഭക്ഷണ മേശയിൽ വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. ദ മീൽ ടേബിൾ ഇസ് എ വെരി പവർഫുൾ ടേബിൾ. അന്ന് പകല് മുഴുവൻ ഞാൻ വാക്യം വായിച്ചു. The Spirit of God bears witness with our spirit that we are sons of God. നാം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പം ഞാൻ അന്ന് രാത്രി ഞാൻ പകൽ മുഴുവൻ ധ്യാനിച്ചിട്ട് വൈകിട്ട് ദൈവത്തോട് ചോദ്യം ഇങ്ങനെ എഴുതി വെച്ചു, ആ ഡയറിയിൽ എഴുതി വെച്ചു, കർത്താവേ, why do you bother Holy Spirit? നീ എന്തിനാണ് മെനക്കെടുന്നത് ഈ കാര്യം എന്നെ ഓർപ്പിക്കുക? എനിക്കറിയാമല്ലോ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് പിന്നെയും തന്നെയും കർത്താവ് എന്നെ ഓർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് അറിയാൻ മേലാത്തതുണ്ട്, വേറെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് മറന്നു പോകുന്നുണ്ട്, അത് നീ എന്നെ ഓർപ്പിക്കാൻ മേലേ? ഇതെനിക്കറിയാവുന്ന കാര്യമാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനോട് ചോദ്യം ചോദിച്ചു, നിനക്ക് ശുശ്രൂഷയിൽ ഏറ്റവും ഇഷ്ടമുള്ള ജോലി ഏതാ?
അപ്പം ഞാൻ പറഞ്ഞ് ഇഷ്ടമൊന്നുമില്ല. പിന്നെ എല്ലാവരും എന്നെ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് പാസ്റ്റർ കുഴപ്പമില്ല. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്, ബുക്ക് എഴുത്തുന്നുണ്ട്, ഡെലിവറൻസ് ഉണ്ട്, ഇങ്ങനെ പല പല കാര്യങ്ങൾ കർത്താവിനോട് ഉള്ളത്തിൽ ഇവിടെ എവിടെയോ ഞാൻ പറയുന്നത്. കർത്താവിനോട് സംസാരിക്കുന്ന ഈ വയറിനോട് ബന്ധപ്പെട്ട സാധനത്തിനാണ് ഇങ്ങനെ സംസാരം നടക്കുന്നത്, ചെവിയിലല്ല. അതാണ് ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം കർത്താവ് ഇങ്ങനെ ഓടി തന്നെ ജോലി ചെയ്യാനല്ല. ഞാൻ 30 വർഷം ഓടിയല്ലോ. ഞാൻ 24 വയസ്സിൽ ആരംഭിച്ച ശുശ്രൂഷ. 31 വയസ്സ് ജോലി രാജിവെച്ചു. നല്ല ശമ്പളമുള്ളപ്പോഴാണ് ജോലി രാജിവെച്ചത്. ആ 31 വയസ്സ് മുതൽ നമ്മുടെ കഠിനപ്പെട്ട കേരളത്തിലായിരുന്നു. ഈ 2 വർഷമായാലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട്, സത്യം പറഞ്ഞ കർത്താവിനെ കേരളത്തിൽ രക്ഷപ്പെടുത്തിയത്. ഞാൻ സ്വസ്ഥതയോടെ ഹൈദരാബാദിലായിരിക്കുന്നത്. അടുത്ത പുസ്തകം എഴുതാൻ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഹൈദരാബാദ് ചെന്നപ്പോൾ എനിക്ക് കർത്താവിനോട് കുറച്ചുകൂടി ഇരിക്കാൻ പറ്റി. അവനെ ഒന്ന് അന്വേഷിക്കാൻ, കുറച്ചുകൂടി ശബ്ദം കേൾക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കാൻ പറ്റി. എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. മറ്റേ നമ്മളെപ്പോഴും തിരക്കാം. എന്നും ആരെങ്കിലും മരിച്ചവരുണ്ട് കേരളത്തിൽ, ഒത്തിരി ദിവസമായി എനിക്കറിയാം. എന്നും ഇതിലും കല്യാണമുണ്ട്, എന്തെങ്കിലും എൻഗേജ്മെൻ്റ് ഉണ്ട്, മടുത്തു പോകും. മടുത്തു പറഞ്ഞാൽ മനുഷ്യരോട് കുഴപ്പമില്ല, നമ്മുടെ ശരീരം ചെല്ലണ്ടേ. അപ്പം ഞാൻ കർത്താവ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് 1-2 കാര്യങ്ങൾ എഴുതിയൊക്കെ വെക്കണം. ഒരു പുസ്തകം എഴുതിയപ്പോൾ നല്ലതാണെന്ന് പലരും പറഞ്ഞു, ഒത്തിരി കാലം എഴുതാറുണ്ട്, നീ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. കർത്താവ് അപ്പോൾ നമുക്കൊരു നല്ല വീടൊക്കെ തന്നു. ഹൈദരാബാദിൽ ഒരു പിടിയില്ല. എനിക്ക് തെലുങ്കിൻ്റെ ഒരു വാക്ക് കുച്ചോണ്ടി എന്ന് മാത്രമേ അറിയാവുള്ളൂ, എന്ന് പറഞ്ഞാൽ ഇരുന്നോളാൻ, അത് മാത്രമേ അറിയാവുള്ളൂ. ഇപ്പോൾ ഒരു വാക്ക് വരുന്നില്ല. പക്ഷെ അവിടെ കൊണ്ട് ഒന്നാമതൊരു വീട്, ഇതുവരെ ഞാൻ താമസിക്കാത്തൊരു വീടും കർത്താവ് തന്ന് സെറ്റപ്പാക്കി. അടുത്ത പുസ്തകം ഞാൻ എഴുതി കഴിഞ്ഞു കേട്ടോ. 2ാമത്തെ പുസ്തകം എഴുതിയപ്പോൾ ഫോർ പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ ബുക്ക്, അത് അടുത്ത മാസം റെഡിയായിട്ട് കിട്ടും. പക്ഷേ എൻ്റെ പ്രധാന പുസ്തകം അതല്ല. ഞാൻ വേറൊരു സത്യം എഴുതിക്കൊണ്ടിരിക്കുക. അത് എത്ര നാളോട് തീരുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ പേര് സന്താന സിദ്ധാന്തം എന്നാണ്. ദൈവത്തിൻ്റെ സന്താന സിദ്ധാന്തം. ആ വാക്ക് ഞാൻ മലയാളം പഠിച്ചിട്ടില്ല കേട്ടോ, ഞാൻ തമിഴാണ് പഠിച്ചത്. എനിക്കങ്ങനെ മലയാളം ഞാൻ സ്ഫുടമായിട്ട് പറയുന്നത് ഈ പ്രസംഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു. അല്ലാത്തപ്പോഴൊക്കെ ഒരു തമിഴ് ചൊവ്വയാണ് എൻ്റെ മലയാളത്തിൽ. ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം കോട്ടയം ഫെയ്ത്ത് ഫാമിലി പ്രസംഗം ദൈവം തന്ന വാക്കുക ദൈവത്തിൻ്റെ സന്താന സിദ്ധാന്തം. പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗോഡ്സ് ഓഫ് സ്പ്രിങ് പ്രിൻസിപ്പിൾ. So I'm working on that book, God's offspring principle. God is reminding me constantly that I am a son of God. There must be something behind that. ആ ടെൻസ് നോക്കിയാൽ ദൈവത്തിൻ്റെ ആത്മാവധാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. The Spirit of God bears, it's a process, on bears, not bore once, bears witness with our spirit that we are sons. അപ്പം ഞാൻ കർത്താവിന് നീ എന്തിനാ എന്നെ മെനക്കെടുത്ത് നിൽക്കാതെ, എനിക്കറിയാമല്ലോ ഇത്. അപ്പം കർത്താവിനെ ഓർപ്പിച്ചത് നിനക്ക് ഇഷ്ടമുള്ള ജോലി പാസ്റ്ററായിരിക്കാനും എഴുത്തുകാരനായിരിക്കാനും അല്ലെങ്കിൽ കൗൺസിലറായിരിക്കാനും അതെല്ലാം നിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്, അതൊന്നും നിൻ്റെ പദവിയല്ല. Being a pastor is not your position, it's a responsibility. You pour out yourself to the sheep. Being a father, നീ അതൊരു പൊസിഷനായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഓർ ബീയിങ് എ സ്പിരിച്വൽ ഫാദർ, നീ അതൊരു വലിയ മേന്മയെ കാണുന്നുണ്ടായിരിക്കും. അതൊന്നും നിനക്ക് പദവിയല്ല, അതെല്ലാം നീ ഒഴുക്കിക്കളയേണ്ട ഒരു ഉത്തരവാദിത്തമാണ് നിനക്ക്. നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴുക്കി കൊടുക്കണം. You have to pour out in the life of your wife. You have to pour out in the life of your children. You have to pour out in the life of your sheep. You're always giving out, but what do you receive? Nothing. Actually 1999 ഞങ്ങൾ എൻ്റെ ഭാര്യ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം വിട്ടച്ച് നാട്ടിൽ വരുമ്പോൾ അന്നത്തെ എൻ്റെ ബൈബിളിൻ്റെ ഫ്രണ്ട് പേജിൽ ദൈവാത്മാവ് ഇങ്ങനെ എഴുതി വെപ്പിച്ചു, our ministry shall not be our living but it shall be our life. ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതമാർഗമായിരിക്കില്ല, ഞങ്ങളുടെ ജീവനും ജീവിതവുമായിരിക്കും. അന്നങ്ങനെ എഴുതി വെച്ചു. അന്നത് മനസ്സിലായില്ല. പക്ഷെ പിൽക്കാലത്ത് കർത്താവിനെ ബോധ്യപ്പെടുത്തി ശുശ്രൂഷ ഒരു ആദായ മാർഗമല്ല. ശുശ്രൂഷ ഒരാദായ മാർഗമല്ല, ഒരു വരുമാന മാർഗമല്ല, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ല. ശുശ്രൂഷ ഒരു പോറിങ് ഔട്ടാണ്. ശുശ്രൂഷ ആദായ മാർഗം ആക്കാൻ പറ്റും, ശുശ്രൂഷ വിൽപ്പനച്ചരക്കാക്കാൻ പറ്റും, അത് ധാരാളം നടക്കാം. But essentially, according to this book, ministry is not a means of profit. It's a way of giving yourself away. ഞാനത് പരിചയിച്ച കാരണം എനിക്ക് അങ്ങനെ ഇപ്പോൾ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ പുസ്തകം വിൽക്കുമ്പോഴും എനിക്ക് മടിയാ പുസ്തകത്തിന് വില പറയാൻ. എൻ്റെ ആൾക്കാർ പറയും, പാസ്റ്റർ പുസ്തകത്തിന് വില പറഞ്ഞില്ല കാര്യം നടക്കുമോ, ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ?
അപ്പോൾ എൻ്റെ പുസ്തകം തന്നു ചോദിക്കും, പാസ്റ്റർ എത്ര രൂപ കിട്ടി? ഞാൻ എൻ്റെ പൊന്നു പറയാം, പുസ്തകം കണക്കിന് ചോദിക്കുന്നത്. പിന്നെ എന്തിനാ പാസ്റ്റർ കൊണ്ടുപോയത്? ഞാൻ ഇവിടെ എനിക്ക് പുസ്തകം വിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് പാസ്റ്റർ അവിടെ കൊടുത്തത്? അത് 6 മണി എടുത്തോളം പറഞ്ഞു, വേണം കാശ് കൊടുത്തേക്കാൻ പറയും. എത്ര കാശ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ സ്റ്റാഫിനെ വഴക്ക് പറയും. എനിക്ക് ദൈവത്തിൻ്റെ വചനം മലഞ്ചരക്കാക്കാൻ എനിക്ക് മടിയാണ്. ബിക്കോസ് എൻ്റെ കോൺസെപ്റ്റ് ഇസ്, മേ ബി ഐ എം റോങ്, ഫ്രീലി യു ഹാവ് റിസീവ്ഡ്, ഫ്രീലി ഗീവ്. എൻ്റെ നെറ്റിൽ കിടക്കുന്ന കൗൺസിലേഴ്സിൻ്റെ ടീച്ചിങ് 10-20 മണിക്കൂർ ടീച്ചിങ് ഉണ്ട്. എൻ്റെ സ്റ്റാഫിനോട് ചോദിച്ചു, പാസ്റ്റർ നമുക്കൊരു 1000 രൂപ അതിന് വെക്കട്ടെ, ഒരു ഉണ്ടല്ലോ, എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേ TM കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു, വേണ്ട അവനെ, നമ്മുടെ ഡൗൺലോഡ് ഫ്രീ ആയിട്ട് കൊടുത്തേ. പക്ഷേ നമ്മൾ ഇത്രയും കാശ് മുടക്കിയതല്ലേ ഇതിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ആ കാശ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, നമുക്കിത് ഫ്രീ ആയിട്ടല്ല കർത്താവ് തന്നത്. അപ്പോൾ എൻ്റെ സ്റ്റാഫിനോട് ഞാൻ പറയേണ്ടി വരും. സോ വി ആക്ച്വലി ഗീവ് അവേ ഫ്രീ തിങ്സ്. പക്ഷേ ചിലരോട് പറയും, അപ്പോൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുമോ പാസ്റ്റർ? ഇങ്ങനെ അവരെന്നെ കാണിക്കുന്നത്. ഞാൻ നാട്ടിൽ ജോലി രാജിവെച്ച് വന്നപ്പോൾ എൻ്റെ വൈഫും ഞാനും നല്ല ജോലിയാണ്. അന്നത്തെ കാലത്ത് എനിക്ക് 1.5 lakh സാലറി ഉണ്ടായിരുന്നു. 1996 when I received. That's a huge money. That's huge money. Only my brother would know the details of my salary, older brother. Because I used to share my details with him. I used to help him a lot. He was like my father. I used to love him, and whatever struggle he went through, I would be with him for that. അപ്പോൾ ഈ പുള്ളിക്ക് മാത്രമേ എൻ്റെ ശമ്പളത്തെ കണക്കിൽ അവിടെ ചെയ്യും. അത് രാജിവെച്ച് വന്നപ്പോൾ ഏറ്റവും ദുഃഖം എൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അതവന് വഴക്ക് പറയും, നീ എന്താ കാണിക്കുന്നു? നീ ജോലി രാജിവെച്ചു, നീ ഇവിടെ എന്തിനു വരാൻ പോവാ? ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ മേല, നീ പെന്തിക്കോസിലെങ്ങനെ പോയോടാ? അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം. പെന്തിക്കോസിൽ ഇവിടെ വലിയൊരു എന്തൊരു പ്രശ്നമായിട്ട് കിടക്ക് വന്നു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കർത്താവിനെ സേവ. അവരെൻ്റെ പറഞ്ഞോട് പറഞ്ഞു, എടാ നീ വല്ല അവിടുന്ന് കാശ് വെക്കും, വല്ലൊരു കാഴ്ച കൊടുക്കും, ഇവിടെ ഇത്തിരി പേരുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ, നീ അവിടുന്ന് ജോലി ചെയ്യും എന്നോട് പറഞ്ഞാൽ. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തന്നെ കുടുംബമായിട്ട് എൻ്റെ കൂടെയുണ്ട്. സഹോദരൻ ശുശ്രൂഷ, ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഒരു പുത്രനും അവൻ എറണാകുളത്തുണ്ട്. അവനും ദൈവത്തിൻ്റെ വേലയിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ നല്ലൊരു ജോലി രാജിവെച്ച്, വിദേശത്തുള്ള ജോലി രാജിവെച്ചു, അവൻ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നും ഇന്നും ദൈവവചനം വിൽക്കത്തില്ല, ചരക്കാക്കത്തില്ല, കൊമേഴ്ഷ്യലാക്കത്തില്ല തീരുമാനമുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിതമാർഗം പാസ്റ്ററേ? അത് നിങ്ങളുടെ അപ്പന് ഒത്തിരി സമ്പത്തുണ്ടോ? എൻ്റെ അപ്പൻ, ഞാൻ 24 വയസ്സാണ് മരിച്ചുപോയി. അതായത് എനിക്കൊരു ഉടുപ്പ് പോലും മേടിച്ചു തരാൻ പറ്റാത്ത മനുഷ്യനായിരുന്നു. He was a sick man. He came back from military. I can never ever remember him buying anything for me. If anybody bought anything, it was my mother. She bought shoes. Shoes അല്ല, ചെരുപ്പ്. അന്ന് ഷൂസ് ഒന്നും ഇട്ടിട്ടില്ല. കൊച്ചുനാൾ ഷൂസ് ഇട്ടിട്ടില്ല. ചെരുപ്പ് മേടിച്ചു തന്നിട്ടുണ്ട്. ഉടുപ്പ് എൻ്റെ അങ്കിളാണ് മേടിച്ചു തന്നിരിക്കുന്നത്. I grew up in Tamil Nadu. എൻ്റെ ഫാമിലിയിൽ എന്നെ വളർത്താൻ, എന്നെ പഠിപ്പിക്കാൻ പൈസയില്ല. I was the best, brightest student in the college. I should have been doing medicine. പക്ഷെ അപ്പായ്ക്ക് പൈസയില്ല. So somebody else said he cared me. And they brought my clothes, my uncle, my father's family. So my physical father was never able to leave anything for me. അപ്പോൾ പിന്നെ അതുകൊണ്ടല്ല ജീവിതം. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? സഹോദരങ്ങളെ, ചോദിച്ചാൽ ഞാൻ പറയേണ്ടി വരും. പക്ഷെ ഒറ്റ ബാക്കി പറയട്ടെ, എൻ്റെ അപ്പൻ്റെ കൈ നാ ഭക്ഷിക്കണേ. I live because I have a father. I don't live because I'm a minister. I don't live because my wife is working. And she used to work, but she stopped working for various reasons. But when she worked, the salary she got never really ever made a difference. I said, why do you waste your time? We simply live because our Father knows we have need of all these things. എന്ത് തിന്നും എന്തുടുക്കുമെന്ന് ജീവനായിക്കൊണ്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ഈ സാധനമല്ല നിങ്ങൾക്ക് ആവശ്യം, ഈ ഭക്ഷണ പദാർത്ഥമല്ല, ഈ വീടും കിടപ്പാടുമല്ല, ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തമല്ല സഹോദരങ്ങളെ, ഈ രോഗശാന്തിയുമല്ല. ഇതൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യം ഇതൊക്കെ തരാൻ അറിയാവുന്ന ഒരപ്പനെയാണ്. നിങ്ങൾക്കൊരപ്പനെ ആവശ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മക്കളാകാൻ പറയുന്നത്. You will never taste of the Heavenly Father unless you decide to walk in sonship. Therefore the Lord told me, നീ പാസ്റ്റർ ആയിരിക്കുന്നതും നീ ഇന്നതായിരിക്കുന്നതും അതായിരിക്കുന്നു ഒന്നും നിനക്ക് കൊള്ളത്തില്ല കൊച്ചേ. ഇതെല്ലാം കുറച്ച് കാലത്തേക്ക് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. നിനക്ക് ശാശ്വതമായൊരു പദവി ഞാൻ തരാം. നീ എൻ്റെ പ്രിയപുത്രനാം. കരുണാമയനെ
Oh, you thought I was going to sing a religious part. No. Karunamayane Kanivin Norave Krubaya Nyanam Maganai Karunamayane Kanivin Norave Krubayal Matram Nyanam Maganai Krubaya Arivanidaya Krubaya Varuvan Variyaya Krubaya Arivanidaya Krubaya Varuvan Variyaya Karunamayane Kanivin Norave Krubaya Matram Nyanam Maganai. ഞാൻ ദൈവത്തോട് ഒരിക്കൽ ചോദിച്ചു, കർത്താവേ, ഞാൻ 11 വയസ്സ് രക്ഷിക്കപ്പെട്ടതാ. 15 വയസ്സ് മുതൽ ഞാൻ സമ്പാദിക്കാൻ തുടങ്ങി. I was a responsible boy in my home. 17 വയസ്സ് മുതൽ ഞാൻ ഭവനത്തിൽ കാശ് കൊണ്ട് കൊടുക്കുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. 24 വയസ്സിൽ എൻ്റെ മൂത്ത സഹോദരിമാരെ 3 പേരെ കല്യാണം കഴിപ്പിക്കാൻ ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് മരിച്ചുപോയി. ആത്മഹത്യ ചെയ്തല്ല, ഒരാഴ്ചക്ക് അവൻ 2 പേരും മരിച്ചുപോയി. 3 sisters were on top of me. I had the responsibility to marry them off. The oldest brother was married already. Naturally, it was on my head to marry off. ഇതെല്ലാം ഉത്തരവാദിത്തങ്ങളും 29 വയസ്സിലും ഞാൻ നിർവഹിച്ചു. അതുപോലെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. I never had a degree. I wanted to do medicine. And I started serving the Lord at an early young age. 33, when I was at the peak of my career, I gave up my job. And my wife and I, she's highly qualified. Our double masters. ഞങ്ങൾ ഒരുമിച്ച് ജോലി രാജിച്ച് ഇന്ത്യ വരുമ്പോൾ എന്നെ ഒത്തിരി പേര് വഴക്ക് പറഞ്ഞു, നിങ്ങളെല്ലാം ന്യൂസിലൻഡ് പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ? അന്ന് എനിക്ക് കിട്ടിയ പുസ്തകമാണ് മൈ ഗ്രേറ്റ് ലാൻഡ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, എൻ്റെ ഭാരതം ദൈവതേജസ്സിന്റെ മഹാരാജ്യം. And I could not stay in New Zealand and make India a മഹാരാജ്യം. ഞാൻ ന്യൂസിലൻഡിലോ അമേരിക്കയിലോ താമസിച്ചാൽ എനിക്ക് എൻ്റെ ഭാരതത്തെ ദൈവതേജസ്സിന്റെ രാജ്യമാക്കി മാറ്റാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. So when we came back, we had a lot of struggles. ഒന്നാണ് മലയാളം ശരിക്കും പറഞ്ഞ് പഠിക്കാൻ. She speaks Hindi, my wife. 50 വയസ്സ് വരെ ശുശ്രൂഷിച്ച ഒരു ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു, when something really broke through badly for us, ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി ഞങ്ങളുടെ ഒരു പ്രോജക്റ്റിൽ. And I was crying out to God one night about 2 o'clock in the morning. ഞാൻ ദൈവത്തോട് ചോദിച്ച കാര്യം, കർത്താവേ, ഞാൻ ഈ സമയമെല്ലാം നിന്നെ ഞാൻ സേവിക്കുന്നു. നിന്നോട് ഞാൻ ആത്മാർത്ഥമായി, നിന്നെ ഞാൻ പറ്റിച്ചിട്ടില്ല. ഞാൻ നിന്റെ സഭയെ ചൂഷണം ചെയ്തിട്ടില്ല. ഞാൻ സ്ത്രീകളെ വ്യഭിചരിച്ചിട്ടില്ല. ഞാൻ നിന്റെ സഭയെ ഞാൻ എൻ്റെ കഴിവിനപ്പുറത്ത് ഞാൻ പരിപാലിച്ചിട്ടുണ്ട്. നീ തന്ന കൃപയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തി എൻ്റെ അവകാശം എന്ന് ഒരു നിരാശ ദൈവത്തോട് ചോദിച്ചു. അല്ലെങ്കിൽ അന്ന് ഈ തകർന്ന ഒരു പ്രോജക്റ്റ് നടുവിലാണ് എനിക്ക്, ഞാൻ പറഞ്ഞ ഒരു സ്പോർട്സ് പ്രോജക്റ്റ് ആയിരുന്നത്. I want to play a lot of games with young people. ഒരു സ്പോർട്സ് സ്റ്റേഡിയം പണിയുവാൻ ഞങ്ങൾ. അത് almost it's really going well. Suddenly something happened, ഒരു സെറ്റ് ബാക്ക് ഉണ്ട്. എനിക്കത് താങ്ങാനുള്ള ശക്തി ഉണ്ടായില്ല. But then through that God built me up. But it was a real brokenness. അന്നല്ല, അതൊക്കെ ഞാൻ ക്ഷമിച്ചു. എന്നെ തകർത്ത ആളുകൾ ക്ഷമിച്ചു. ഒരു വിശ്വാസിയായിരുന്നു എന്നെ തകർക്കാൻ കാരണം. ക്ഷമിച്ചു, സ്നേഹമെല്ലാം കൊടുത്തു. പിന്നെ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി. ആ പ്രോജക്റ്റിൻ്റെ പൈസ എല്ലാം തിരിച്ചു തന്നു, ഒരു നഷ്ടവും വന്നില്ല. പക്ഷെ ആ പ്രോജക്റ്റ് കയ്യിൽ നിന്ന് പോയത് എനിക്ക് 6 മാസം കഴിഞ്ഞിട്ട് ദുഃഖം മാറിയില്ല. ഒരു ദിവസം രാത്രി ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ സേവിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു വീട് ചോദിച്ചില്ലല്ലോ, നിനക്ക് വേണ്ടി ഒരു ആലയമല്ല ചോദിച്ചത്, നിനക്ക് വേണ്ടി ഒരു പള്ളിയല്ല ഞാൻ പണിയാൻ നോക്കിയത്, കുഞ്ഞുങ്ങൾക്ക്, നിന്റെ നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ നേടാൻ ഒരു കളി ഇറങ്ങാൻ ഞാൻ ചോദിച്ചത്. Why did you meet my? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് 37 സംഖ്യയിൽ, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, അവൻ അന്ന് പറയും. Submit the desires of your heart to the Lord. I literally believe the word of God. Because I didn't go through theology, I can take literally the word of God. എനിക്ക് ഇന്റർപ്രിട്ടേഷൻ അറിയത്തില്ല, എനിക്ക് നേരിട്ട് വിശ്വസിക്കാൻ അറിയാവുള്ളൂ, which is good. So I told, I believe your word. I gave you my desire. That night God spoke to me this word. ലോകമിതേത് ഞാനെന്തിനിതിലെ അവകാശമേതും എനിക്കുണ്ടോ ഇവിടെ, ലോകമിതേത് ഞാനെന്തിനിതിലെ അവകാശമേതും
എനിക്കുണ്ടോ ഇവിടെ പരദേശിയെന്നോർക്കെ മൃദുസ്വരം കേൾക്കുന്നു. പ്രിയനേ എൻ മകനെ ഞാൻ നിന്റേതല്ലേ. പരദേശിയെന്നോർക്കെ മൃദുസ്വരം കേൾക്കുന്നു. പ്രിയനേ എൻ മകനെ ഞാൻ നിന്റേതല്ലേ. കൃപയാ കൃപയാ അറിവാനിടയായി, കൃപയാ കൃപയാ വരുവാൻ വഴിയായി. ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, ഈ ഭൂമിയിൽ എനിക്ക് എന്നാ ഉണ്ട്? ഈ ഭൂമിയിൽ എനിക്ക് എന്തോ അവകാശമായിട്ടുള്ളത്? വളരെ എൻ്റെ ഗിറ്റാർ മുഴുവൻ കണ്ണുനീർ കൊണ്ട് ഇങ്ങനെ കുതുന്ന ഞാൻ പാടുന്നത്. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൗഖ്യമാണ് ദൈവത്തിൽ ഇങ്ങനെ പാടും. ചന്ദ്രാത്രി കർത്താവിനോട് പറഞ്ഞതാ, മോനെ ഞാൻ നിൻ്റേതല്ലേ. ഐ ആം യോഴ്സ്, ഐ ആം യോഴ്സ്. ഇത് ദൈവത്തിൻ്റെ പുരുഷൻ പറഞ്ഞു, ഞാൻ നിൻ്റെ മഹത്തായ പ്രതിഫലവും ഞാൻ നിൻ്റെ പരിചയമാവും. That's the word that God spoke to me. ഞാനാണ് നിൻ്റെ പ്രതിഫലം. I am your reward. പ്രിയനേ എൻ മകനെ ഞാൻ നിൻ്റേതല്ലേ. അവൻ നമ്മുടേതാണെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിട്ട് അവനെ നിനക്ക് അപ്പനായിട്ട് മനസ്സിലായില്ലേ? നിനക്ക് ഒന്നുമില്ല. നീ ഏറ്റവും ദരിദ്രനാണ്. ബാക്കിയെല്ലാം ഉണ്ട്. സമ്പത്തുണ്ട്, കുടുംബമുണ്ട്, കാറുണ്ട്, വീടുണ്ട്. നിനക്ക് ഈ സർവശക്തനെ സ്വന്തം പിതാവായി അറിയത്തില്ലേ? കുഞ്ഞെ, നീ ഒരു അരിഷ്ടനാണ്. കാരണം ഭൂമിയിൽ ഏറ്റവും വലുതായ കാര്യം ഒരപ്പനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകണം. പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് യേശു എന്ന്. അല്ല കുഞ്ഞുങ്ങളെ, എൻ്റെ അല്പമായ അറിവിൽ ഞാൻ പറയട്ടെ, സ്വർഗത്തിലേക്കുള്ള വഴിയല്ല യേശു. ആ വാക്യത്തിൽ ആയിരിക്കാം സ്വർഗത്തിലേക്കുള്ള വഴിയായിരിക്കാം യേശു ക്രിസ്തു. അതിനേക്കാൾ വലിയൊരു കാര്യം ഭൂമിയിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ കഴിഞ്ഞല്ല സ്വർഗം, ഒന്ന് കഴിഞ്ഞല്ല രണ്ട്. ഈ ഭൂമിയിൽ ചില ആവശ്യങ്ങളുണ്ട്. I am the way, the truth and the life. No one comes to the Father but by me. If you quote in context, that verse tell you Jesus is the way to the Father. Why would Jesus say that he was the way to the Father? Because he understands your greatest need on the earth is to have a father. Is to have a father. ഒരപ്പൻ നിന്നെ സ്നേഹിക്കണം, ഒരപ്പൻ നിന്നെ ശാസിക്കണം, ഒരപ്പൻ നിന്നെ സ്നേഹത്താൽ തിരുത്തണം, ഒരപ്പൻ നിന്നെ ഉപദേശിക്കണം, ഒരപ്പൻ നിനക്ക് ശിക്ഷണം തരണം, ഒരപ്പൻ നിന്നെ വളർത്തി വലുതാക്കി വികസിപ്പിച്ച് നിന്നെ വിട്ടയക്കണം. അതാണ് ഒരപ്പൻ്റെ ഉത്തരവാദിത്വം. Fatherhood is so powerful. ഒരപ്പനായിരിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ചെറിയ ജോലിയുള്ള പുരുഷന്മാരെ, എല്ലാ സ്ത്രീകളോടും പറയട്ടെ, നിങ്ങളുടെ അകത്തും ദൈവത്തെ പിതൃത്വം കിടപ്പുണ്ട്. അമ്മയുടെ അകത്ത് കിടപ്പുണ്ട് സ്വർഗീയ പിതാവിൻ്റെ പിതൃത്വം. അമ്മ ആ സ്വർഗീയ പിതാവിൻ്റെ ആശ്വാസം കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ശക്തി അപ്പൻ കൊടുക്കും. Comfort comes from the mother. Strength comes from the father. How many of you understand this? Tenderness comes from the mother. Toughness comes from the father. Together they make a good combination. A son needs to experience tenderness and toughness at the same time. ഒരേ സമയത്ത് ടെൻഡറായുള്ള അനുഭവങ്ങൾ ഒരു കുഞ്ഞിനുണ്ടായിരിക്കണം. അതേ സമയത്ത് ടഫ് ആകപ്പെടുന്ന അവനെതിരെ ചിലർ ടഫ് ആയിരിക്കണം. Somebody needs to get tough with you. Tell somebody next to you, somebody needs to get tough with you. Somebody needs to get tough with you actually. I know you're afraid to say that. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് ടഫ് ആകണം. അപ്പം വിവരം അറിയും. അങ്ങനെ വിവരം അറിയാൻ തുടങ്ങരുത്. നിന്റെ അടുത്ത് ടഫാകാൻ ചിലരെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ടഫാകുമ്പോൾ നീ വിവരം അറിഞ്ഞ് അടങ്ങിയിരിക്കണം. അതിനാണ് അപ്പൻ്റെ ആവശ്യം. നാട്ടുകാരെല്ലാം കുതിര കയറി നമ്മുടെ അടുത്ത് വിവരം അറിയിച്ചാൽ നമ്മൾ സംഭവം തിരിച്ചു പറയും. പക്ഷെ ഒരു അപ്പൻ പറഞ്ഞാലോ, അപ്പന്മാരുടെ വില ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ എൻ്റെ അപ്പനെ അങ്ങനെയൊന്നും ബഹുമാനിച്ചിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കും. പുള്ളി പണ്ട് ബീഡിയൊക്കെ വലിക്കുമായിരുന്നു, സിഗരറ്റ് ഇങ്ങനെ വലിച്ചു നടക്കും. കൊച്ചുനാളി കോളേജ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുള്ളി സിഗരറ്റ് വലിക്കുമായിരുന്നു. അവസാനം പുള്ളി ചൊവ്വാകുന്ന സമയത്ത്, അതായത് കർത്താവിൽ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പുള്ളി 80 സിഗരറ്റ് വലിക്കുമായിരുന്നു. പുള്ളിയുടെ ഈ കയ്യിൽ ഇങ്ങനെ ഒരു പാടുണ്ട് ഇവിടെ എപ്പോഴും. അതിൻ്റെ
അത് ഫിൽറ്റർ, അന്നത്തെ കാലത്ത് ഫിൽറ്റർ ഇല്ലാത്ത പനാമ സിഗരറ്റ് 80 പാക്കറ്റാണ്, 80 പീസാണ് പുള്ളി വലിക്കുന്നത്. ഓർത്തേക്ക് 80 സിഗരറ്റ് പറഞ്ഞാൽ എത്രയാ? യു കാൻ ബിലീവ് ദാറ്റ്സ് ടു മച്ച്. 1.5 day he smoked. പുള്ളി അടിച്ച് പിടിച്ച ഇങ്ങനെ കള്ളൊന്നും കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കും. പക്ഷേ അപ്പയെ കാണുമ്പം പുള്ളി ഇങ്ങനെ പുറകെ പിടിക്കും. അപ്പം ചിലപ്പം ഈ പുക വരാതിരിക്കാൻ പുള്ളി കൈ കൊണ്ടൊക്കെ ഞെരുക്കും. അപ്പം കൈ പുള്ളുക, എന്നാലും കൈ കൊണ്ട് ഞെരുക്കും. അപ്പനോട് ഭയങ്കര ബഹുമാനമായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ, ഭയങ്കര ബഹുമാനം. ഞാനൊക്കെ അപ്പൻ്റെ മടി കയറി നിന്ന് കളിക്കുക, ഇളയ പുത്രനല്ലേ. പക്ഷേ മൂത്ത പുത്രൻ എന്ന നിലയ്ക്ക് എൻ്റെ ജ്യേഷ്ഠന് ഭയങ്കര ബഹുമാനമായിരുന്നു അപ്പായുടെ. അടിച്ചു പൊളിച്ച് ഉഴപ്പി നടന്നിട്ടും എനിക്ക് തോന്നുന്നു ഇന്ന് കർത്താവ് എൻ്റെ ജ്യേഷ്ഠനെ അനുഗ്രഹിക്കുന്ന അപ്പനോടും അമ്മയോടും അദ്ദേഹത്തിന് ബഹുമാനം ഭയങ്കരമായിരുന്നു. അറിയില്ല, ഇത് ഭയങ്കര ബഹുമാനമായിരുന്നു പുള്ളിക്ക്. ഈ തലമുറയ്ക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. പുത്രത്വത്തിൻ്റെ നിലവാരങ്ങളിൽ അപ്പനമ്മമാരെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ നടുവിൽ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ അവനോട് പറയുന്നത്, എടാ കുഞ്ഞാ, നീ എത്ര വലിയ ശുശ്രൂഷകനായാലും, നീ എത്ര വലിയ ഡെലിവറൻസ് ചെയ്താലും, നീ എത്ര ട്രെയിനിങ് ചെയ്താലും, അന്തിമമായിട്ട് നിത്യമായി നിനക്കൊരു സ്ഥാനമുള്ളത് പുത്രത്വമാണ്. നീ കർത്താവ് എനിക്കൊരു നല്ല മാതൃക കാണിച്ചു തന്നത്. യേശു ക്രിസ്തു അവൻ ആദിയിൽ ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, വചനമായിരുന്നു. അതിൽ വചനമായിരുന്നു അറിയാം, 1-ാം അധ്യായം. വചനം ദൈവമായിരുന്നു, ദൈവത്തോടെയായിരുന്നു, ജഡമായ ഭൂമിയിൽ പാർത്തു. അങ്ങനെ യേശു ദൈവികത്വം ഒഴിഞ്ഞ് മനുഷ്യനായ ഭൂമിയിൽ പിറന്നു. മനുഷ്യപുത്രനായി പിന്നെ ജീവിച്ചു. മനുഷ്യപുത്രനായ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, കർത്താവായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അങ്ങനെ വചനം പറയുന്നത്. ഇനി അവൻ കർത്താവും രാജാവുമായി വാഴുന്നു. അവൻ സർവ്വത്തിൻ്റെ ന്യായവതിയായി മടങ്ങി വരുന്നു. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അവൻ മടങ്ങി വരുന്നു. ചരിത്രത്തിന് യവനിക വീഴുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ നിങ്ങൾ നോക്കിയാൽ ഇതെല്ലാം കഴിഞ്ഞു. യേശു മടങ്ങി വന്നു, തൻ്റെ സഭയെ ചേർത്തു. 19-ാം അധ്യായത്തിൽ വേളി കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വന്ന അതെല്ലാം കഴിഞ്ഞു. 19-ാം അധ്യായം കഴിഞ്ഞു, അതിൽ കല്യാണം കഴിഞ്ഞു, അവൻ മണവാളനായി, സംഗതി എല്ലാം ഫൈനലൈസ് ചെയ്തു. അവസാന അധ്യായം 22nd chapter of the last book of Revelation, യേശു തന്നെക്കുറിച്ച് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അമേസിങ്. ഇത്രയും വലിയ പദവികളെല്ലാം അവന് ദൈവം കൊടുക്കുകയും സകല നാമത്തിന് മീതുള്ള നാമം യേശുവിന് കൊടുക്കുകയും എല്ലാ നാമങ്ങളും എല്ലാ മുഴങ്കാലം അവൻ്റെ മുന്നിൽ മടങ്ങി എല്ലാ നാമങ്ങളും അവനെ കർത്താവ് നീട്ടി പറയുന്ന ഒരു സ്ഥാനം കൊടുത്തിട്ടും അവൻ മുറുകെ പിടിച്ചൊരു സ്ഥാനമുണ്ട്. മറ്റെല്ലാ സ്ഥാനങ്ങളെയും അവൻ തള്ളി മാറ്റിച്ച് അതെല്ലാം തൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവൻ മനസ്സിലാക്കി തനിക്ക് സ്വന്തമായി മുറുകെ പിടിച്ച ഒരു സംഗതിയുണ്ട്, ഒരു സ്ഥാനമുണ്ട്. വെളിപ്പാട് 22:13 ഇങ്ങനെ പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. പക്ഷേ താഴോട്ട് വായിച്ചാൽ 16-ാം വാക്യം, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയ നക്ഷത്രവുമാകുന്നു. Thank you. I am the root and the offspring of David. നിങ്ങൾ മനസ്സിലാക്കണം, ചരിത്രം തീർന്നു. യേശു കർത്താവും രാജാവും ന്യായാധിപതിയുമായി വരുക. പക്ഷെ അവൻ മുറുകെ പിടിച്ചൊരു പേരെന്താ അറിയോ? സന്തതി. അവൻ മുറുകെ പിടിച്ച പൊസിഷൻ ഏതാ? പറഞ്ഞേ സന്തതി. പറഞ്ഞേ സന്തതി. നമ്മൾ സന്തതി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു കുളം വരാത്ത സന്തതിയെ കുറിച്ച് പറഞ്ഞേ, സന്തതി ശരിയാകാത്ത എന്ന് പറയത്തില്ലേ? ആ വാക്ക് അങ്ങനെ പറയേണ്ട വാക്കല്ല. സന്തതി എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ വാക്കാണ്. പറഞ്ഞേ സന്തതി. ഒരു സൗന്ദര്യത്തോടെ പറഞ്ഞേ സന്തതി. ഒന്നുകൂടെ പറഞ്ഞേ. അതെന്ന് നിങ്ങളാരും പറയാത്തത്? അത് കേൾക്കാൻ സുഖമില്ലല്ലേ? അത് ജീവിക്കേണ്ട ഒരു വാക്കാണ്. നിങ്ങൾ എത്ര വലുതായാലും, നിങ്ങൾ എത്ര ഉയർന്നാലും, നിങ്ങൾ ഏത് പദവിയിലായാലും, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയാലും, നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഏതിനാണ് മുറുകെ പിടിക്കേണ്ടത്? സന്തതി. ഞാൻ സന്തതിയാണ്. അതാ എൻ്റെ ഏറ്റവും വലിയ പൊസിഷൻ. അത് കൃപയാലാണ്. ഏറ്റവും വലിയ കൃപ ശുശ്രൂഷിക്കാനുള്ള കൃപയല്ല. ഞാൻ ആസാമിൽ അരുണാചലൊക്കെ ശുശ്രൂഷ, ഞങ്ങൾക്ക് സ്കൂളുണ്ട് അവിടെ ആസാമിൽ. ഈ കേരളത്തിലെ പോലെ അല്ല കേട്ടോ. അവിടുത്തെ ശുശ്രൂഷ ഞാൻ വേറെ വ്യത്യാസമാണ്. അവിടെ ഇങ്ങനെ നിന്നാൽ മതി, ഭൂതങ്ങൾ തന്നെ ഇങ്ങനെ പുറപ്പെട്ട് പോകും. ഇവിടെ നിങ്ങൾ ഈ ഭൂതം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഭൂതം നിങ്ങളെ എന്നാലും വിട്ടു പോകത്തില്ല, പിടിച്ചിരിക്കണമെന്ന് അറിയത്തില്ല. അവിടെ നമ്മൾ ശുശ്രൂഷിക്കാൻ നിന്നാൽ കിച്ചു പുച്ചു പുച്ചാന്ന് ഭൂതങ്ങൾ പോകും. നമുക്കിതിനെ കൈകാര്യം ചെയ്തിട്ട് പ്രസംഗം തീർക്കാൻ പറ്റത്തില്ല. അവിടേക്ക് പോകുമ്പം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം
നമ്മുടെ മുമ്പിലൊക്കെ ഭൂതമൊക്കെ ഉണക്കുമ്പോൾ നമ്മളങ്ങ് 7ാം മാളിക കയറുക. അപ്പം നമുക്കങ്ങ് പൊങ്ങുക. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഒരു ഭൂതമൊക്കെ നമ്മുടെ മുമ്പ് യജമാനെന്ന് പറഞ്ഞ് പോകുമ്പം നിങ്ങൾക്കറിയാം, ദ ജോയ് യു ഹാവ് ഇസ് ഗ്രേറ്റ്. ദ ജോയ് യു ഹാവ് ഇസ് ഗ്രേറ്റ്. നമ്മുടെ വിശ്വാസം അങ്ങ് വർദ്ധിക്കും. നമ്മൾ ആരോ ആണെന്ന് നമ്മൾ തോന്നുന്നു തുടങ്ങും. You come back very elated from a mission trip. And I am often there. ആ സമയം അരുണാചലിൽ മിക്കവാറും പോകും. ഞങ്ങളുടെ സ്കൂളുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക. സോ ഐ ഹാവ് ടു ബി there. അതിന് ബേസിക്കലി ഹൈദരാബാദിന് പോയതിന് ഒരു കാരണങ്ങൾ അവിടെ എളുപ്പം പോകാൻ പറ്റും. ദൈവത്തിൻ്റെ പറഞ്ഞു, അത് നിന്റെ തലയിൽ കയറണ്ട. അതല്ല ഏറ്റവും വലിയ കൃപ. നിന്റെ മുമ്പിൽ ഭൂതങ്ങൾ പുറത്താകുന്നതല്ല ഏറ്റവും വലിയ കൃപ. നിന്റെ പേര് സ്വർഗത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയാമോ? ദൈവദാസനല്ല, സർവശക്തന്റെ പുത്രൻ. യു ആർ എ സൺ ഓഫ് ഗോഡ്. ജീവന്റെ പുസ്തകത്തിൽ സന്തതികളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. പ്രതിഫലങ്ങളുടെ പുസ്തകം വേറെ ഉണ്ട് കേട്ടോ. ജീവന്റെ പുസ്തകത്തിൽ കയറുന്നറിയോ? യേശുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികം. അവരുടെ പേരായി എവിടെ കാണുന്നത്? ജീവൻ. യേശുവിനെ ഇല്ലാത്തവന് അവൻ ജീവനിൽ കാണത്തില്ല. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പുത്രത്വം സ്വീകരിക്കുക. സത്യത്തിൽ യേശുവിനെ സ്വീകരിച്ചാലേ പുത്രത്വം സ്വീകരിക്കുമെന്ന് പറയാൻ കാരണം അവനാണ് ഏറ്റവും നല്ല പുത്രൻ. അതുകൊണ്ട് അവനെ ചുംബിച്ചോളാൻ പറയുന്നത്. അവനേക്കാൾ നല്ലൊരു പുത്രനല്ല. അവൻ ദൈവമായിരിക്കെ, ദൈവസ്വരൂപത്തിൽ ദൈവസമ്മതത്തിലിരിക്കെ അതിനെ മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തു. ആരുടെ ദാസൻ? ദൈവദാസനല്ല, പിന്നെ നിങ്ങളുടെയും എൻ്റെയും ദാസനായി വന്നു. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ അത്ര ഒന്ന് ശുശ്രൂഷിക്കപ്പെടുവാനല്ല. ആമേൻ. I've come to serve you, not to be served. So who was he serving? He was serving his disciples. അവൻ മനുഷ്യരുടെ ദാസനായി വന്നിട്ട് എന്നാലും അവൻ പിതാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗത്തിലെ എൻ്റെ പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്, എൻ്റെ പിതാവിന് ഇഷ്ടമാണ്, അവൻ പറയുന്നത് കേട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം അപ്പാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ മനുഷ്യരോട് ആരെങ്കിലും തൻ്റെ പദവിയെ ചോദ്യം ചെയ്തോളാൻ പറയുന്നത് ഞാൻ മനുഷ്യപുത്രൻ എന്നാണ് പറയുന്നത്. അപ്പം പിതാവിൻ്റെ പുത്രത്വം മുറുകെ പിടിക്കുമ്പോൾ തന്നെ അവൻ മനുഷ്യപുത്രത്തെയും മുറുകെ പിടിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് പുത്രത്വം അത്യാവശ്യമാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ അപ്പനെ അമ്മയെ അവഗണിക്കാൻ തുടങ്ങും. പാടില്ല കുഞ്ഞെ, പാടില്ല. അവർ ഞങ്ങളെപ്പോലെ ഇപ്പോൾ സഭയിലൊന്നും വരുന്നില്ല, അവരിപ്പോഴും പഴയ വിഗ്രഹത്തില. വിഗ്രഹം പഴയ അതാണ് അവർ ആരാധിക്കുന്നെങ്കിലും അവരിപ്പോഴും നിൻ്റെ അപ്പനാണ്. ഞങ്ങളുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അപ്പനെ ഔസേപ്പായി കാണരുതെന്ന് പറയുന്ന ഒരു ചെറിയൊരു കഥയുണ്ട് ഞങ്ങൾ തങ്ങളെ. കാരണം ഒരിക്കൽ ബില്ലിക്കുട്ടി ഗൾഫിൽ പോയി. ബില്ലിക്കുട്ടി ഗൾഫിൽ പോയിട്ടാലും തിരിച്ചു വന്നപ്പം അവിടുത്തെ ഒരു ഷെയ്ക്കിനെയും കൊണ്ടാണ് വന്നത് നാടകം കാണിക്കാനായിട്ട്. അപ്പോൾ നാട്ടിലിറങ്ങി കാറൊക്കെ നിർത്തിച്ച് പിന്നെ തൊണ്ടി കൂടെ വേണം. ഇപ്പം തൊണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അറിയത്തില്ലായി. തൊണ്ടെന്ന് പറഞ്ഞാൽ പഴയ ഒരു വഴിയാണ്, ഇപ്പോഴത്തെ വഴിയല്ലത്. നടക്കാനുള്ള ഇടയേ ഉള്ളൂ, കാറൊന്നും പോകത്തില്ല, സൈക്കിൾ പോലും പോകത്തില്ല. തൊണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇടയാണ്, ഒരു 2 അടി പാത കാണും. അതിനപ്പോൾ കാർ അവിടെ നിർത്തിച്ച് ഷെയ്ക്കിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി ഷെയ്ക്കിനെയും കൂട്ടിക്കൂടി ഇങ്ങനെ വരുന്ന വഴിക്ക് ഒത്തിരി പേരെ വഴി കണ്ടു. അപ്പോൾ കുഞ്ഞമ്മയെ പരിചയപ്പെടുത്തി, കൊച്ചായനെ പരിചയപ്പെടുത്തി, കുഞ്ഞച്ചനെ പരിചയപ്പെടുത്തി ഇങ്ങനെ വരിക. അവസാനം വീട്ടിൽ വന്നപ്പം വാതക്കയിൽ ഒരു അപ്പച്ചൻ വാഴയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പരിചയപ്പെടുത്തി വന്നപ്പം ഈ പുള്ളി ഷെയ്ക്ക് ചോദിച്ചു, ഹൂ ഇസ് ദാറ്റ്? ഓ, പൂവർ മാൻ ഫാമർ, യൂസ് ടു ബി മൈ ഫാദർ. പൂവർ മാൻ ഫാമർ, ഹി യൂസ് ടു ബി മൈ ഫാദർ. എൻ്റെ അപ്പനായിരുന്നു പുള്ളി ഒരിക്കൽ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ടും നിങ്ങൾ ആത്മാവിഷം പ്രാപിച്ചതുകൊണ്ടും നിങ്ങളിന്ന് അവരറിയാത്തൊരു ശുശ്രൂഷയിൽ നിങ്ങൾ ക്ഷേത്രം ഉപയോഗിക്കണം. കുഞ്ഞുങ്ങളിങ്ങനെ അപ്പനെ അമ്മയെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അവരെ ആദരിക്കണം. അല്ലെങ്കിൽ നിനക്ക് നന്മ വരാൻ പ്രയാസമാണ് അങ്ങനെ വചനം പറയുന്നത്. ഇതൊരു കൽപ്പനയല്ല, ഇതൊരു പ്രമാണമാണ്. ഈ കൽപ്പനയും പ്രമാണവും വ്യത്യാസമുണ്ട്. പ്രമാണം ഒരു പ്രിൻസിപ്പിളാണ്, കൽപ്പന പറഞ്ഞാൽ അന്നേരം ചെയ്യാനുള്ളൊരു കാര്യമാണ്. എ പ്രിൻസിപ്പിൾ ഇസ് ഇറ്റേണൽ, ദ ലോ ഇസ് ടെമ്പററി. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? The law is given for a certain situation. The principle is eternal. The principle of honor is eternal. Honor your father and mother, that it might be well with you, that you may have long life. It's an eternal principle. It's not a commandment. It has been added in the list of commandments because it's a vital thing. പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് ആ കൽപ്പനകളുടെ ഇടയ്ക്ക് സ്ഥാനം പിടിച്ചു. വാഗ്ദത്തത്തോടുകൂടി ഒറ്റ കൽപ്പനയേ ഉള്ളൂ. അതൊരു കൽപ്പനയെ മാത്രം കാണരുത്, അത്
ഒരു നിത്യ തത്വമാണ്. അത് അപ്പനെ അമ്മയെ ഓണർ ചെയ്യുന്നത് മാത്രമല്ല, honor in the Bible is a key concept for anybody. New Testament says honor all people. സകല മനുഷ്യരെയും ആദരിപ്പിൻ, ബഹുമാനിപ്പിൻ വചനം പറയുന്നത്. If you don't understand the culture of honor, you'll end up having very poor relationships. The key to successful relationship is the life of honor. ആദരവ് കൊടുക്കാൻ, ബഹുമാനിക്കാൻ എളുപ്പം പഠിക്കുന്ന ഒരു കൾച്ചർ നിങ്ങൾക്കുണ്ടോ, നിന്റെ റിലേഷൻഷിപ്പിൽ നന്നായിരിക്കും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാഞ്ഞിട്ടല്ല ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞു പോകുന്നത്. പിരിഞ്ഞ് മാറി താമസിക്കുന്ന ദമ്പതികൾ നിങ്ങൾ അന്വേഷിച്ചറിയാം, അവർ ഹൃദയം കലങ്ങാൻ രാത്രി കിടന്ന് കരയുക. എന്താ കാര്യം? they miss the husband, they miss the wife. വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയതാ. എന്തുകൊണ്ടാണ് വഴക്കുണ്ടായത്? സ്നേഹമില്ലഞ്ഞിട്ടല്ല വഴക്കുണ്ടായത്. സ്നേഹം പൊട്ടി വിങ്ങി കരയുക. ആർക്കിടക്കുന്നുണ്ട് മാറിക്കിടന്ന് അല്ലെങ്കിൽ മാറി നിന്ന് പൊട്ടിക്കരയുക. എവിടാ തെറ്റുപറ്റിയത്? സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും മാനം കൊടുത്തില്ലായിരുന്നു. മാനത്തിന് അതിർവരങ്ങളെ ലംഘിച്ച് സംസാരിക്കുകയും ഇടപെടുകയും പെരുമാറുകയും ചെയ്തപ്പോൾ, സ്നേഹം കൊടുത്തിട്ടാണെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറല്ലാതെ അപമാനിക്കപ്പെട്ട വ്യക്തി മുറിവേൽക്കപ്പെട്ടു മാറിപ്പോയി. അതാ പറ്റിയത്. അപമാനമാണ് ബന്ധങ്ങളെ മുറിക്കുന്നത്. നിരാദരവ്, ആദരവില്ലായ്മ. ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചർ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട കൾച്ചർ ഓഫ് ഓണർ. എല്ലാവരും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പറ്റിയ സ്നേഹിക്കുക, നല്ല കാര്യമാണ്. എല്ലാവരും സ്നേഹിക്കാനാണ് കത്താ പറയുന്നത്. സ്നേഹിക്കാമെങ്കിൽ സ്നേഹിക്കുക. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, ഇനി സ്നേഹിച്ചില്ലെങ്കിലും എന്ത് ചെയ്യണം? ആദരിച്ചോണം. എല്ലാവരും സ്നേഹിച്ചില്ലെങ്കിലും ആദരിച്ചാൽ ബന്ധം നിലനിർത്താൻ പറ്റും. എത്രയൊക്കെ മനസ്സിലായത്? Honor keeps your relationships together, while love nourishes that relationship. ഒരുമിച്ച് നിന്നാലേ നറിഷ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അപ്പനെ അമ്മയും ബഹുമാനിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്കും അതിന് പ്രതിഫലം ഉണ്ടാവും. So God's Spirit told me, നിന്റെ ഏറ്റവും വലിയ പൊസിഷൻ നിനക്ക് തന്നിരിക്കുന്നത് പുത്രത്വമാണ്. നീ അതിൽ പ്രശംസിക്കണം. അതിൽ നീ വളരെ ഉത്തേജിതനായിരിക്കണം. അതിൽ നീ കുറ്റമറ്റവനായി ഓടണം. അതിൽ നീ ഒരു പാളിച്ച വരുത്തരുത്. പക്ഷെ അന്ന് ആ കർത്താവിന് പറഞ്ഞ 4 ഡയമെൻഷൻ ഓഫ് സൺഷിപ്പ് നിങ്ങൾ കേട്ട് കാണും. 4 ഡയമെൻഷൻസ് ഓഫ് സൺഷിപ്പ് ഉണ്ട്. ഒന്ന്, ആദ്യത്തെ സൺഷിപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ ബയോളജിക്കൽ പേരൻസ്, അപ്പനും അമ്മയും ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്ക് നമ്മൾ പുത്രന്മാർ. പ്രൈസ് ഗോഡ്. അതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം, ബയോളജിക്കൽ നാച്ചുറൽ പേരൻസ്. രണ്ടാമതാണ് വീണ്ടും ജനിച്ച് നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായ, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മൂന്നാമത് പുത്രത്വം. ഈ പുത്രത്വമാണ് നമ്മളെ വളർത്തുന്നത്. സത്യത്തിൽ ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ കാര്യം പാസ്റ്റർ ചിന്നു പറഞ്ഞല്ലോ. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗ്രോ അപ്പ് ചെയ്താൽ പോരാ, നിങ്ങൾ റേസ് സ്റ്റെപ്പ് ആകണമെന്ന് പറഞ്ഞു. പ്രായമായി കല്യാണം കഴിപ്പിക്കാവുന്ന എല്ലാവരെയും ചിന്ത. പ്രായമായവരെല്ലാം കല്യാണം കഴിപ്പിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങളാണ്. പ്രായമായതുകൊണ്ട് കല്യാണം കഴിക്കില്ല. വളർന്നു പോയതുകൊണ്ട്, വളർന്ന് വലുതായി പേരെന്നാനിരിക്കുന്നതുകൊണ്ട് കല്യാണം കഴിപ്പിക്കരുത്. വേറെ പേരെ ചെന്ന് ആളെ പൊട്ടിക്കാനിടയാവും. വളർത്തപ്പെട്ടവളാണെന്ന് ബോധ്യമുണ്ടെങ്കിലേ അയക്കാവുള്ളൂ. വളർത്തപ്പെട്ടയക്കണം, റേസ് ചെയ്യപ്പെടണം. വളർത്തപ്പെടുന്നതിൻ്റെ ഭാഗമാണ് തിരുത്തപ്പെടുക, രൂപാന്തരപ്പെടുത്തപ്പെടുക, പണിയപ്പെടുക, ശാസിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക, തിരുത്തപ്പെടുക, കളങ്കം മാറ്റപ്പെടുക. ഇതെല്ലാം വളർത്തപ്പെടുന്നതിൻ്റെ ഭാഗം. എത്രയൊക്കെ മനസ്സിലായി? Before you ever intend to marry, make sure you're raised up by somebody. നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ ഒരുപക്ഷെ റേസ് അപ്പ് ചെയ്യാനുള്ള സാധ്യത കാണത്തില്ല. ഒരുപക്ഷെ അപ്പനില്ലായിരിക്കും, അല്ല അപ്പൻ്റെ അടുത്തിന് സമയം കാണത്തില്ല. അമ്മ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളോട് കേൾക്കത്തുമില്ലായിരിക്കും. അമ്മമാരങ്ങനെയാണ്, അവർ ചില പാവങ്ങളാണ്, അവരങ്ങനെ ഞാൻ എടുക്കാനാ. അങ്ങനെയാണെങ്കിൽ നീ ഒരു ആത്മീയ ഭവനത്തിൽ വളർത്തപ്പെടണം. ഭൗതിക അപ്പന്മാർ, സ്വർഗീയ അപ്പൻ, പിന്നെ ഒരു ആത്മീയ പിതൃത്വമുണ്ട് ആത്മീയ സഭയിൽ. ദൈവസഭ ഒരു സ്പിരിച്വൽ ഫാമിലിയാണ്. ഞാൻ പറഞ്ഞു, ദൈവസഭയിൽ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, അധ്യാപകന്മാർ നിൽക്കുന്നത്. Apostles, prophets, evangelists, pastors and teachers, they are not just yours. They are not just ministering and teaching you things and helping you do ministry. They are fathering you in the ministry. അതാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 3:25 കണ്ടത്. 3:25 എന്താ കണ്ടത്? നിങ്ങൾ അപ്പോസ്തലന്മാരെയും നിങ്ങൾ പ്രവാചകന്മാരുടെയും ഉടമ്പടിയുടെയും മക്കളാകുന്നു, സന്തതികളാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 3:25 ഓർക്കുന്നുണ്ടോ? You are the sons of the prophet. അപ്പോസ്തലപ്രവൃത്തി 3:25 നമ്മൾ ആദ്യം വായിച്ച വാക്യം. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി
നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾ ഉടമ്പടിയുടെ മക്കളാണ്. ബയോളജിക്കൽ ഫാദേഴ്സ് ഉണ്ട്, ഉടമ്പടിയാൽ നമുക്ക് ഫാദേഴ്സ് ഉണ്ട്. സ്പിരിച്വൽ ഫാമിലിയിൽ ഒരു കവനന്റ് ഫാമിലിയാണ്. A covenant family, the covenant fathers whose heart is to you like your physical father-നെക്കാളും ഒരുപക്ഷെ പ്രാപ്തിയോടെ പ്രാഗൽഭ്യത്തോടെ പർപ്പസോടെ നിങ്ങളെ പണിയാൻ നിങ്ങളുടെ സ്പിരിച്വൽ ഫാമിലിക്ക് പറ്റും. നിങ്ങളുടെ ഫിസിക്കൽ ഫാമിലിക്ക് ഇല്ലാത്ത പ്രാപ്തികളും താലന്തുകളും ബഹുവിധങ്ങളായ ഫാക്ടേഴ്സ് നിങ്ങളുടെ സ്പിരിച്വൽ ഫാമിലിക്കകത്തുണ്ട്. പലരുണ്ട് ഇവിടെ, അവർക്കെല്ലാം നിങ്ങളെ പണിയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളൊരു സ്പെക്ടേറ്ററായി, ഒരു ഗസ്റ്റായി, ഒരു മെമ്പറായി, ഒരു പാർട്ട്ണറായി ഒരു സഭയിൽ മാത്രം വന്നാൽ പോരാ, അതൊക്കെ ചെയ്യണം. But you must also be a son in the house of God. ദൈവഗൃഹത്തിൽ നിങ്ങൾ പുത്രന്മാരായി വളരണം. ഈ ഭവനത്തിൽ നിങ്ങൾ ആത്മീയ ഭവനമാണ്. നിങ്ങളുടെ ഇവിടെ ആത്മീയ പിതൃത്വമുണ്ട്, ആത്മീയ ശുശ്രൂഷകളുണ്ട്, ആത്മീയ പിതൃത്വം, ആത്മീയ മാതൃത്വം, സ്പിരിച്വൽ പാരന്റിങ് ഇവിടെയുണ്ട്. ഈ ആത്മീയ ദർശനമുണ്ട്. ആ ദർശനത്തിൻ്റെ ഭാഗവാക്കുകളായി കണ്ണികളായി നിൽക്കാതെ, കാണികളായി നിൽക്കാതെ കണ്ണികളായി നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങളായി നിന്നുകൊണ്ട് ഈ ദർശനവുമായിട്ട് ഓടണം. ഇവിടുത്തെ പിതൃത്വത്തിൽ നിങ്ങൾ വലിച്ചെടുക്കണം. നിങ്ങൾ വളർത്തപ്പെടണം. ഒരു ദിവസം അവർ നിങ്ങളെ വിട്ടയക്കുകയാണെങ്കിൽ പോകണം. അവർ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ വിട്ടയക്കുമ്പോൾ നിങ്ങൾ പോയി നിങ്ങൾ മറ്റു ജോലികൾ ചെയ്യണം. നിങ്ങൾ അനുഗ്രഹിതരായിരിക്കും. എൻ്റെ പാസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു, when you are rose up and went, God will not go with you. When you are a rose up and went person, നല്ല ഗ്രാമർ അല്ല അത്. But when you are raised up and sent, God will go with you. Being raised up and sent is a better way to rose up and go. Rise up and going ക്ക് പകരം raised up and sent. എഴുന്നേറ്റ് പുറപ്പെട്ടു പോകാതെ പണിതുയർത്തപ്പെട്ട് അയക്കപ്പെടണം. പിടഞ്ഞെഴുന്നേറ്റ് പുറപ്പെട്ടു പോയി ദൈവം ആരംഭിക്കരുത്. ഒന്നുകൂടെ പറയട്ടെ, ശുശ്രൂഷയിൽ നിങ്ങൾ വളർന്നു, ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പ്രാപ്തികളുണ്ട്, പ്രസംഗിക്കാൻ പഠിച്ചു, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ നിങ്ങൾ വ്യാപാരം ചെയ്യുന്നു. പിടഞ്ഞെഴുന്നേറ്റ് പുറപ്പെട്ടു പോയി സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങരുത്. പണിതുയർത്തപ്പെട്ട് അയക്കപ്പെടാൻ കാത്തിരിക്കണം. നിന്റെ കൂടെ ദൈവം പോകും. അങ്ങനെ ഞാൻ ശുശ്രൂഷ ആരംഭിച്ചത്. എൻ്റെ പാസ്റ്റർ എന്നെ പണിതുയർത്തി, എന്നെ കൈവച്ച് അനുഗ്രഹിച്ച് വിട്ടയച്ചു പോകാൻ പറഞ്ഞു. അതിൻ്റെ അനുഗ്രഹം എൻ്റെ ശുശ്രൂഷയുടെ പുറകെ വരും. സഹോദരങ്ങളെ, നിങ്ങൾ പുത്രന്മാരാണ് ഏറ്റവും അധികം. മറ്റെന്തിനേക്കാളും നിങ്ങൾ ആരാണ്? സന്തതിയാണ്. യു ആർ എൻ ഓഫ് സ്പ്രിങ്. ആ കാഴ്ചപ്പാടിൽ നിങ്ങൾ നിൽക്കണം. ഞാൻ MD ആണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ അതാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന് മാറ്റണം. അതെല്ലാം നിങ്ങളുടെ ദൈവജനത്തെയും സമൂഹത്തെയും സേവിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളാണ്. അതൊന്നും നിങ്ങളുടെ ടൈറ്റിലല്ല. പാസ്റ്റർ തോമസ് പി തോമസ് ആ ടൈറ്റിലിൻ്റെ അല്ല. ഡോക്ടർ നമ്മുടെ ടൈറ്റിലല്ല. നിങ്ങളുടെ ടൈറ്റിൽ സൺ. സൺ സൺ സൺ. ആ സൺഷിപ്പിൽ നീ നടക്കുമ്പോൾ നിന്റെ ഇൻഹെറിറ്റൻസ്, ഞാൻ നുള്ളു പറഞ്ഞു, മൂന്ന് പുത്രത്വം പറഞ്ഞല്ലേ? ഭൗതിക പുത്രത്വം, സ്വർഗീയ പുത്രത്വം, പിന്നെ ആത്മീക പുത്രത്വം. ഒരു പുത്രത്വം കൂടെ കർത്താവ് കഴിഞ്ഞ വർഷം എന്നെ കാണിച്ചു. ഞാൻ 3 ഡയമെൻഷൻസ് പഠിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം എന്നോട് പഠിപ്പിച്ച കർത്താവ് നമ്മുടെ കൂട്ടാളിയുടെ അപ്പനെയും അമ്മയും നമ്മുടെ സ്വന്തം അപ്പനെയും അമ്മപ്പനെ കാണുകയല്ല, അവരെ അതുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. അവരെ ആ സ്ഥാനത്ത് ഉയർത്തി നിർത്തണം. അതാ 4th ഡയമെൻഷൻ ഓഫ് സൺഷിപ്പ്. ഈ 4 പുത്രത്വത്തിൻ്റെ തലങ്ങളിലും നിങ്ങൾ ഒരുപോലെ യാത്ര ചെയ്യുമ്പോഴേ ആ റോമർ 8:17 നിങ്ങൾക്ക് സത്യമാകത്തുള്ളൂ. റോമർ 8:16-17 നമുക്ക് ഒരുമിച്ച് വാക്യം വായിച്ചു നോക്കാം പെട്ടെന്ന്. റോമർ 8:16 പറയുന്നു, The Spirit of God, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അടുത്തത്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. പറഞ്ഞേ മക്കളെങ്കിലോ. ഒന്ന് പറഞ്ഞേ മക്കളെങ്കിലോ. ഒന്ന് പറഞ്ഞേ മക്കളെങ്കിലോ. If sons, അവകാശികൾ. If not son, ഒന്നുമില്ലാത്തവൻ. കുഞ്ഞുങ്ങളെ, ഏത് തലത്തിൽ, ഏത് അളവിൽ നിങ്ങൾ പുത്രത്വത്തിൻ്റെ എല്ലാ തലങ്ങളും വ്യാപാരം ചെയ്യുമോ ആ അളവിലും ആ തലത്തിലുമേ അവകാശത്തിൽ നിങ്ങൾ പൂർണ്ണരാകത്തുള്ളൂ. ആമേൻ. പുത്രത്വത്തിൻ്റെ മേഖലയിൽ ഏത് തലങ്ങളിൽ ഏത് അളവിൽ നിങ്ങൾ വ്യാപാരം ചെയ്യുമോ, നിങ്ങൾ മുന്നേറുമോ ആ അളവിലും ആ തലത്തിൽ മാത്രമേ അവകാശം കൊണ്ട് ദൈവത്തിന് നിങ്ങളെ പൂർണ്ണരാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, കഷ്ടപ്പെട്ട് ശമ്പളം ഉണ്ടാക്കി ജീവിച്ചോണം. അതായത് പലരും ചെയ്യുന്നത്. ജോലി ചെയ്തില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ വന്നാൽ അത് വലിയൊരു കുഴപ്പമാണ്. നമ്മൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കരുത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകാതെ. പക്ഷെ എന്താ പറയുന്നത്? ജോലി ചെയ്യുന്നുണ്ടല്ലേ ശമ്പളം കഴിക്കേണ്ടത്? വേർപ്പോടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ എൻ്റെ മറുപടി പറയട്ടെ.
കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജോലി ചെയ്യണം, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ആയിരിക്കരുത്. നിങ്ങളുടെ ഉപജീവന മാർഗമല്ല നിങ്ങളുടെ ജോലി, കേട്ടോ. നിങ്ങളുടെ കാഴ്ചപ്പാടും തിരുത്താൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ ഉപജീവന മാർഗമായിരിക്കരുത് നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ ശമ്പളങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സുകൾ. നിങ്ങൾ ഉപജീവന മാർഗമായി നിങ്ങളുടെ ബിസിനസ്സിനെയോ ജോലിയോ ശമ്പളമോ കണ്ടാൽ നിങ്ങൾ അതിന് അടിമയാകും. പിന്നെ ഇതിനാ ജോലി ചെയ്യുന്നത്? അങ്ങനെയാണ് എല്ലാവരും ശുശ്രൂഷിച്ച് നടന്നാൽ മതിയില്ല, പോരാ. ശുശ്രൂഷിക്കുന്നവർക്കും വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തുകൊണ്ടാണ് വിയർപ്പോടെ ഭക്ഷിക്കണം എന്ന് പറയുന്നത്? ഈ ദൈവം തരുന്ന നന്മകളെല്ലാം കഴിച്ചിട്ട് ചുമ്മാ ഇരുന്നല്ലേ നേരത്തെ ചത്തുപോകും, നേരത്തെ വടിയാവും. ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ശരീരം വ്യായാമം, അതാ വിയർപ്പോടെ ഭക്ഷിക്കാൻ പറയുന്നത്. നല്ലപോലെ ശരീരം വേർത്തോളം കഴിക്കത്തോടെ മനസ്സിലാണ് പറയുന്നത്. നല്ല ബുഫയൊക്കെ കഴിച്ചിട്ട്, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, കപ്പയും ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ചുമ്മാ കയറിയിരുന്ന് ദൈവം തന്നാന്ന് പറഞ്ഞിരുന്നാൽ അധികം നാൾ തിന്നാൻ പറ്റത്തില്ല, നേരത്തെ മരിച്ചു പോകും. ഇത്ര മനസ്സിലാണ് പറഞ്ഞത്. അതുകൊണ്ട് അധ്വാനിക്കാൻ വേണ്ടി, ശരീരം സൂക്ഷിക്കാൻ വേണ്ടിയൊക്കെ തങ്ങൾ വിലക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ കളിച്ചോളാം, ഞാൻ എക്സസൈസ് ചെയ്തോളാം, ജോലിക്ക് എന്തിനാണ് പോകുന്നത്? അതിനും വരെ കാരണമുണ്ട്. നിങ്ങളുടെ അകത്ത് ഒത്തിരി താലന്ത് കർത്താവ് വെച്ചിട്ടുണ്ട്, ഒത്തിരി കഴിവ് വെച്ചിട്ടുണ്ട്, പ്രാപ്തികൾ വെച്ചിട്ടുണ്ട്. അതുമായി നിങ്ങളെ ശവക്കോട്ടയെ പോയി അതിനെ കൂടുതൽ റിച്ചാക്കാൻ നോക്കരുത്. ശവക്കോട്ട ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് പ്ലേസസ്. ശവക്കോട്ട സെമിട്രികൾ ഏറ്റവും വലിയ പുഷ്ടിയുള്ള സ്ഥലമാണ്. എന്തിൻ്റെ പുഷ്ടിയാണ്? ഉപയോഗിക്കപ്പെടാതെ അവിടെ കൊണ്ടുപോയി മൂടിയിട്ട പ്രാപ്തികളും താലന്തുകളും കഴിവുകളും എല്ലാം അവിടെ കൂടി കുന്നു കിടക്കും. ഇത്രയൊക്കെ മനസ്സിലായത്? അങ്ങനെ നിങ്ങളുടെ കഴിവുകളെ കൊണ്ടുപോകരുത്. ദൈവം തന്ന കഴിവ്, പ്രാപ്തി, പാട്ട്, എബിലിറ്റി, ടാലൻറ്റ്, ലാംഗ്വേജ്, സ്കിൽസ്, കമ്പ്യൂട്ടർ, വട്ട് എവർ ഗിഫ്റ്റ് യു ഹാവ്, സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങളത് ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന് മഹത്വവും മനുഷ്യന് പ്രയോജനവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു ശമ്പളം വേണ്ടേ? ശമ്പളമായിട്ട് നീ മേടിക്കണ്ട. അവർ നിനക്ക് ഓണറേറിയം തരുകയാണ്, മേടിച്ചു. അവർ സാലറി പാക്കേജ് തരുന്നെങ്കിൽ നീ അതിനെങ്ങനെ കാണണം? ഓണറേറിയമായി കാണുക, ഓണറായിട്ട് കാണുക. നിന്റെ ജീവിതം എവിടെ നിന്ന് വരും? നിന്റെ അപ്പ നിനക്ക് തരും. അപ്പ നിനക്ക് തരും. അതാ പുത്രത്വം. ജോലിയല്ല, പൈതൃക അവകാശമല്ല, ബിസിനസ് ടേൺ ഓവറല്ല. നീ സുഭിക്ഷമായി ഭക്ഷിക്കുന്നതും സന്തോഷത്തെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിളമ്പി കൊടുക്കുന്നതും നല്ല വസ്ത്രം ധരിക്കുന്ന, നല്ല വാഹനം ഓടിക്കുന്നതും സ്വർഗത്തിലെ അപ്പൻ നിനക്കിതൊക്കെയും ആവശ്യമുണ്ട് അറിയുന്നത് കൊണ്ടാണ്. കരുണാമയനെ, കനിവിനുറവേ, കൃപയാൽ കൃപയാൽ ഞാനും മകനായി. കരുണാമയനെ, കനിവിനുറവേ, കൃപയാൽ മാത്രം ഞാനും മകനായി. ലജ്ജയ്ക്കു പകരം നല്ലോഹരി നൽകും, ഇരട്ടി പ്രതിഫലം പേരിൽ പതിക്കും. യെശയ്യാവ് 67. ലജ്ജയ്ക്കു പകരം നല്ലോഹരി നൽകും, ഇരട്ടി പ്രതിഫലം പേരിൽ പതിക്കും. നൽകുന്നു നിങ്ങൾക്ക് ദേശത്തവകാശം, നിത്യാനന്ദം മക്കൾക്കു ദാനം. കഷ്ടങ്ങളോർത്ത് വിങ്ങിക്കരഞ്ഞോ, നഷ്ടചരിത്രം ഓർത്തു വലഞ്ഞോ. കഷ്ടങ്ങളോർത്ത് വിങ്ങിക്കരഞ്ഞോ, നഷ്ടചരിത്രം ഓർത്തു വലഞ്ഞോ. അന്യരധ്വാനിച്ചു ഫലമോ നിനക്ക്, വിതയ്ക്കാതെ കൊയ്യുവാൻ അയക്കുന്നുവെന്ന്. അതാ ദൈവം പുത്രനായിരിക്കും നിനക്ക് തരുന്നത്. അന്യരധ്വാനിച്ചാലും നിനക്ക് ഫലം കിട്ടും. കാരണം നീ ആരാ? പുത്രൻ. അന്യരധ്വാനിച്ചു ഫലമോ നിനക്ക്, യോഹന്നാൻ 4-ാം അധ്യായം. വിതയ്ക്കാതെ കൊയ്യുവാൻ അയക്കുന്നുവെന്ന്. കഷ്ടങ്ങളോർത്ത് വിങ്ങിക്കരഞ്ഞോ, നഷ്ടചരിത്രം ഓർത്തു വലഞ്ഞോ. അന്യരധ്വാനിച്ചു ഫലമോ നിനക്ക്, വിതയ്ക്കാതെ കൊയ്യുവാൻ അയക്കുന്നു എന്ന്. ഇത് കൃപയാൽ കൃപയാൽ അറിവാനിടയായി, കൃപയാൽ കൃപയാൽ വരുവാൻ വഴിയായി.
കൃപയാൽ കൃപയാൽ അറിവാനിടയായി, കൃപയാൽ കൃപയാൽ വരുവാൻ വഴിയായി, കരുണാമയനെ കനിവിന്നുറവേ, കൃപയാൽ കൃപയാൽ ഞാനും മകനായി, കരുണാമയനെ കനിവിന്നുറവേ, കൃപയാൽ മാത്രം ഞാനും മകനായി. കുഞ്ഞ്, നിന്റെ ഏറ്റവും വലിയൊരു പദവി ഭൂമിയിൽ നിനക്ക് ഏതെങ്കിലും ഭവനത്തിൽ പിറക്കാനിടയായത്, നീ ഒരു അപ്പൻ്റെയും അമ്മയുടെയും മോനായി പിറന്നല്ലോ, അത് വലിയൊരു കൃപയാണ്. അവിടെ നിനക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ, നിന്റെ ആത്മീയഗ്രഹത്തിൽ കൊണ്ടുവന്നല്ലോ, അത് അതിനേക്കാൾ വലിയ കൃപയാണ്. വിവാഹം കഴിച്ച് ഒരു സ്ത്രീയോ പുരുഷനോ നിനക്ക് കൂട്ടാളി ദൈവം തന്നോ, അവരുടെ മാതാപിതാക്കൾ നിനക്ക് ലഭിച്ചത് വലിയൊരു കൃപയാണ്. അവരുടെ പെരുമാറ്റ ദൂഷ്യമോ അവരുടെ സമീപനങ്ങളോ അവരുടെ കാഴ്ചപ്പാടുകളോ ആ പുത്രത്വത്തിൻ്റെ ആ പദവിയിൽ നിന്ന് നീ വഴുതി മാറാൻ നിന്നെ പ്രേരിപ്പിക്കരുത്. കാരണം കഷ്ടതയുടെയും പ്രതികൂലതയുടെയും നടുവിൽ ആ മനുഷ്യർ ഇടപെടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരുപക്ഷെ നിൻ്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അമ്മയോ അമ്മായപ്പനോ ഒക്കെ നിനക്ക് ജീവിതം ബുദ്ധിമുട്ടാക്കുമ്പോൾ തുടർന്നും നീ പുത്രനായി നിൽക്കുന്നതാണ് നിനക്ക് ഏറ്റവും അനുഗ്രഹ കാരണം. കാരണം ആ കഷ്ടത നിനക്ക് മഹിമയുടെ ഒരു ഘനം വെളിവാക്കും. The light affliction that you have. Now let me close here. I'll go back to 2 Corinthians chapter 4, which I read to you before. As we close here, we'll read the verse. 2 Corinthians chapter 4. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച വാക്യം അല്ലേ? ഏതായിരുന്നത്? 5-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചായിരുന്നു. 5-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ആ 4-ഉം 5-ഉം അധ്യായം തുടർച്ചയോടെ വായിച്ചാൽ 17-ാം വാക്യം ഇങ്ങനെ അവസാനിക്കുന്ന 4-ാം അധ്യായത്തിൻ്റെ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ മോളിൽ പറഞ്ഞതൊക്കെ ലഘുവല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ആ പറഞ്ഞതെല്ലാം സം കൈൻഡ് ഓഫ് സഫറിങ്. പക്ഷെ പൗലോസ് അതിനെയൊക്കെ നൊടി നേരത്തേക്കുള്ള ലഘു കഷ്ടമായിട്ട് കാണുന്നു. യു നോ വൈ? നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലഘട്ടത്തിലെ കഷ്ടം ഏതുമല്ല. എന്ത് കഷ്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്? ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ രോഗമെന്ന കഷ്ടമെടുത്തതുകൊണ്ട് നിങ്ങളകത്ത് മഹിമ വെളിപ്പെടത്തില്ല. നിങ്ങൾ ദാരിദ്ര്യമെന്ന കഷ്ടത കൊണ്ട് നടന്നുകൊണ്ട് നിങ്ങൾ മഹിമ വെളിപ്പെടത്തില്ല. നിങ്ങൾ മന്ത്രവാദത്തിന് അടിമയായി തകർന്നു പോയാൽ ആ കഷ്ടത നിങ്ങളിൽ മഹിമ വെളിപ്പെടുത്തത്തില്ല. പക്ഷെ മനുഷ്യരുമായുള്ള ബന്ധത്തിൽ, അവരെ സേവിക്കുന്നതിൽ, അവരെ ശുശ്രൂഷിക്കുന്നതിൽ, പ്രത്യേകിച്ച് പുത്രത്തിൻ്റെ സ്ഥാനത്ത് അപ്പനമ്മമാരായിരിക്കുന്ന സ്ഥലത്തുള്ളവരെ അവരെ ആദരിക്കുന്നതിൽ നിനക്ക് വന്നു ഭവിക്കാവുന്ന കഷ്ടതകളുണ്ടല്ലോ, ആ കഷ്ടതകൾ നീ സന്തോഷത്തോടെ എടുക്കുമ്പോൾ നിന്റെ അകത്ത് ഒരു വലിയ തേജസ്സിന്റെ ഘനം വെളിപ്പെടുകയാണ്. എത്രയൊക്കെ മനസ്സിലായി? ആ കഷ്ടതകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദം ആർ വിത്ത് പീപ്പിൾ. മനുഷ്യനുണ്ടാകുന്ന കഷ്ടങ്ങൾ അതല്ല. മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ആ ബന്ധം സൂക്ഷിച്ച് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ത്യാഗമുണ്ടല്ലോ, നിങ്ങളുടെ ഈഗോ സാക്രിഫൈസ് ചെയ്യുന്ന ത്യാഗം, നിങ്ങളുടെ ചിന്താഗതി ശരിയായിരിക്കെ തന്നെ അത് ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ പിടിച്ചു നിന്ന് ആ ബന്ധത്തെ സുരക്ഷിതമാക്കാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനം, അവർക്ക് അപ്പോഴും ആദരവ് കൊടുത്തുകൊണ്ട്, അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ട്, അവർക്ക് ശുശ്രൂഷ കൊടുത്തുകൊണ്ട് ആ കഷ്ടം വേദന സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കഷ്ടം നിങ്ങളിൽ അത്യന്ത തേജസ്സിനെ ഘനം വെളിപ്പെടുത്തും. അങ്ങനെയാണ് നിങ്ങൾ ദൈവസഭയിൽ മഹിമ വെളിപ്പെടുത്താൻ പോകുന്നത്.
സഭകളെല്ലാം കർത്താവേ ഞങ്ങളുടെ സഭയെ മഹിമാപൂർണ്ണമാക്കണമെന്ന് പറയും. ശരിയാ, ഗ്ലോറിയസ് ചർച്ച് ആക്കണം. കർത്താവ് യേശു വരാൻ പോകുന്നത് ഗ്ലോറിയസ് ചർച്ചിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, ഗ്ലോറി മോളിൽ നിന്നല്ല ആദ്യം വരാൻ പോകുന്നത്. മോളിൽ നിന്ന് ഗ്ലോറി ഒഴുകുമല്ല. The Bible says Christ in you, the hope of glory. നോഹയുടെ കാലത്ത് വെള്ളം വന്നപ്പോൾ ആകാശത്തെ കിളിവാതിലുകൾ തുറന്ന് മഴവെള്ളം വരുന്നതിന് മുമ്പ് ഭൂമിയുടെ ഉറവുകൾ പൊട്ടി അകത്തുനിന്ന് വെള്ളം ആദ്യം ഒഴുകി കഴിഞ്ഞാണ് ആകാശത്തെ കിളിവാതിൽ തുറന്ന് വെള്ളം എത്ര മനസ്സിലായത്. നിങ്ങളുടെ അകത്തുള്ള ആത്മമനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ വ്യാപാരം ചെയ്യുന്നത് കൊണ്ടും അവൻ്റെ പുത്രത്തിൽ നടക്കുന്നത് കൊണ്ട് എടുക്കുന്ന കഷ്ടതകളാലും നിങ്ങളിൽ ഉളവായി വരുന്ന തേജസ്സിനാൽ നിങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹിമ നിങ്ങളുമായി സമ്മേളിക്കും. ദൈവസഭയ്ക്കകത്ത് പുത്രത്വവും പിതൃത്വവും പരിചയിക്കുകയും പുത്രന്മാരായി നമ്മൾ മീതിയുള്ളവരെ ആദരിക്കുകയും ചെയ്യുമ്പോൾ കഷ്ടത എടുക്കുമ്പോൾ നമ്മൾ തേജസ് ഉരുവാകാൻ തുടങ്ങും. That Christ that is formed. How many of you understand this? You want to be a glorious church, you have to be an honoring church. Did you hear that? നിങ്ങളൊരു മഹിമാപൂർണ്ണമായ സഭയാകണമെങ്കിൽ നിങ്ങളെ ആദരിക്കുന്ന സഭയായിരിക്കണം. ഒത്തിരി ശുശ്രൂഷ ചെയ്താൽ പോരാ, ഒത്തിരി പാടിയാൽ പോരാ, ഒത്തിരി പ്രസംഗിച്ചാൽ പോരാ. ആദരവ് കൊടുക്കുന്ന ആർക്ക് ആദരവ്? പ്രത്യേകിച്ച് പുത്രൻ്റെ സ്ഥാനത്ത് ആർക്കൊക്കെ ആദരവ് അർഹിക്കുന്നു അവർക്കെല്ലാം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓരോ കുടുംബവും ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ഓരോ ദൈവത്തിൻ്റെ പുരുഷനും ഇങ്ങനെ തൻ്റെ മീതെയുള്ള താൻ പുത്രനായി ആർക്കൊക്കെ ഇരിക്കണമോ അവർക്ക് ആ തലങ്ങളിലെല്ലാം പുത്രത്വത്തിന് ആദരവ് കൊടുത്തു പോവുകയും എല്ലാവർക്കും ആദരവ് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സഭയിൽ ദൈവ മഹിമ വെളിപ്പെടും. ദൈവത്തിൻ്റെ അത്യന്ത ലക്ഷ്യം നമ്മളെ ഒരു ശുശ്രൂഷകനാക്കാനല്ല കുഞ്ഞുങ്ങളെ. ദൈവത്തെ ആത്യന്തിക ലക്ഷ്യം നമ്മളിൽ അവൻ്റെ പുത്രൻ്റെ തേജസ് വെളിപ്പെടുത്താനാണ്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ കൊടുത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. മനസ്സിലായി? രക്ഷ പ്രാപിച്ച പോരാ, പിന്നെ തേജസ് പ്രാപിക്കണം. സ്നാനം ഏറ്റെടുത്താൽ പോരാ, തേജസ്. 2 തെസ്സലോനിയർ 2:14 ഞാൻ വായിച്ചത്. 2 തെസ്സലോനിയർ 2:14 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിപ്പാനല്ലോ. മഹത്വം മലയാളത്തിൽ മഹത്വം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ ധാരണയുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തെ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. അവിടെ ഞാൻ തേജസ് എന്ന് പറയുന്നത് ഗ്ലോറി എന്ന ഇംഗ്ലീഷിൽ. വി ബീൻ കോൾഡ് ടു ഒബ്റ്റെയിൻ. അവിടെ മഹത്വം എന്ന് പറയുന്നെങ്കിലും അത് ഏത് മഹത്വമാണ്? നാം ദൈവത്തിന് കൊടുത്ത മഹത്വം പ്രാപിക്കാനല്ല, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ദൈവം നമുക്ക് തരുന്ന ഒരു മഹിമയുണ്ട്, അതാ ഗ്ലോറി. ആ ഗ്ലോറിയുടെ കാര്യം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഗ്ലോറി പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങൾ സുവിശേഷം കൊടുത്താൽ. ഇംഗ്ലീഷ് നോക്കിക്കോ. യു ഹാവ് ബീൻ കോൾഡ് നോട്ട് ജസ്റ്റ് ടു ബി സേവ്ഡ്. You've been called not just to be baptized. You've been called not just to be anointed. You've been called to carry God's glory. നാശയോഗ്യമായ കോപപാത്രങ്ങളെ അവൻ ദീർഘക്ഷയോടെ ക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? റോമാലേഖനം 9 പറയുന്നു, നാശയോഗ്യമായിരുന്ന കോപപാത്രങ്ങളെ അവൻ ദീർഘക്ഷമയോടെ സഹിച്ചിട്ട് എന്താക്കി? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പാത്രങ്ങളാക്കി മാറ്റി. കോപപാത്രങ്ങളായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പാത്രങ്ങളാക്കി മാറ്റി. നാശയോഗ്യമായിരുന്ന കോപപാത്രത്തെ ദീർഘക്ഷമയോടെ താൻ സഹിച്ചതാൽ, നാശയോഗ്യമായിരുന്ന കോപപാത്രത്തെ ദീർഘക്ഷമയോടെ താൻ സഹിച്ചതാൽ, എൻ്റെ ദൈവം തൻ മഹിമയാൽ എന്നെയും നിറച്ചു ദാനമായി. എൻ്റെ ദൈവം തൻ മഹിമയാൽ എന്നെയും നിറച്ചു ദാനമായി. തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രം ആകും നിന്നു ഞാൻ. ആ വാക്യം വായിച്ചിട്ടുണ്ടോ? ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ. ഏത് ധനമാണ് നിങ്ങൾ വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നത്? തേജസ്സിന്റെ ധനം. ഏത് ധനമാ? തേജസ്സിന്റെ റിച്ചസ്. ബാക്കി എല്ലാ റിച്ചസും കുഞ്ഞുങ്ങളെ ഒരു നിമിഷം കൊണ്ട് പോകും. നിത്യ തേജസ്സിന്റെ ഘനം നിങ്ങൾ നിറയ്ക്കാൻ. നാശയോഗ്യമായിരുന്ന കോപപാത്രത്തെ ദീർഘക്ഷമയോടെ താൻ സഹിച്ചതാ. നാശയോഗ്യമായിരുന്ന കോപപാത്രത്തെ ദീർഘക്ഷമയോടെ താൻ സഹിച്ചതാ. എൻ്റെ ദൈവം തൻ്റെ തേജസ്സാൽ എന്നെയും നിറച്ചു ദാനമായി. തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രമാകുന്നു ഞാൻ. തേജസ്സിനായി മുന്നൊരുക്കി കരുണാപാത്രമെന്നാം. പക്ഷെ എപ്പോഴേ വരുന്നുള്ളൂ? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അനേകം പാസ്റ്റർമാരെയല്ല, അനേകം പ്രസംഗരെയല്ല,
അനേകം അഭിഷക്തന്മാരെയല്ല ആരെയാ തേജസ്സിലേക്ക് നടത്തുന്നത്? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ അനുസരണങ്ങളാൽ തികഞ്ഞനാക്കുവാൻ അവന് പ്രസാദം തോന്നി. അനുസരണത്തിനൊരു കഷ്ടതയുടെ കുഞ്ഞുങ്ങളെ, അത് അപ്പനമ്മമാർക്കേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പൻ പറഞ്ഞാൽ അനുസരിക്കുമ്പോൾ കഷ്ടത നമ്മൾ സഹിക്കാൻ തയ്യാറാ. ആ കഷ്ടത നിങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു അപ്പന് മകനായിരിക്കണം, നിങ്ങളൊരു സന്തതി ആയിരിക്കണം. അത് ആത്മീയ ഭവനത്തിൽ സന്തതി ആയിരിക്കണം, സ്വന്തം ഭവനത്തിൽ സന്തതി ആയിരിക്കണം. എത്ര വളർന്നാലും മറക്കാത്തൊരു പദവി എന്താ? ഞാൻ ഇന്നും എന്നും നിത്യമായി യേശുവിനെ പോലെ ഞാൻ സന്തതിയായിരിക്കും. യേശു അവസാനം പറഞ്ഞു, ഞാൻ ദാവീദിന്റെ സന്തതിയും. എത്ര വലുതായാലും നിങ്ങൾ പറയണം, ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സന്തതിയാണ്. കാരണം സന്തതിക്ക് എന്തുള്ളൂ? മഹിമ ചുവക്കുവാനുള്ള അധികാരമുള്ളൂ. സന്തതിക്ക് മഹിമ. Father, I speak the glory anointing upon this church. Spirit of glory. Spirit of glory. മഹിമയുടെ ആത്മാവേ, ഞങ്ങൾക്കൊരു രോഗശാന്തി പോരാ കർത്താവേ, ഞങ്ങൾക്കൊരു സാമ്പത്തിക വിടുതൽ പോരാ കർത്താവേ, ഞങ്ങൾക്കൊരു വീടും കൂടെ പോരാ, ഒരു കാറും കൂടെ പോരാ കർത്താവേ. ഞങ്ങൾക്ക് നിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. ക്രിസ്തു ഞങ്ങൾ ഉരുവാകുന്നവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുന്ന ചില അപ്പന്മാരെ നീ ഞങ്ങളെ മീതെ വെച്ചിട്ടുണ്ട്. പ്രസവ വേദനപ്പെടുന്ന ഒരു അപ്പന്മാരുടെ മുമ്പിൽ പുത്രന്മാരെ പോലെ എഴുന്നേൽപ്പാൻ ഞങ്ങൾ കേൾപ്പുള്ളവരായി തീരട്ടെ. വലുതും ഭയങ്കരവുമായ നാളുകൾക്ക് മുമ്പ് നീ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരിലേക്കും തിരിക്കുമെന്ന് തിരുവചനത്തിൽ അവസാന വാക്യത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പുതിയ നിയമത്തിന്റെ പ്രവേശന കവാടത്തിൽ നീ അത് പറഞ്ഞിരിക്കുന്നത്. പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് അപ്പന്മാരുടെയും മക്കളുടെയും ജീവിതമാണ്. അപ്പന്മാർ മക്കളെ വളർത്തുകയും മക്കൾ അപ്പന്മാരെ ആദരിക്കുകയും മക്കൾ അപ്പന്മാരുടെ ദർശനം കൊണ്ട് ചുമന്നു പോകുമ്പോൾ, അതേ കർത്താവേ, ഇന്ന് കാലത്ത് നീ പറഞ്ഞതുപോലെ ഒരു യോശുവ താഴ്വരയിൽ യുദ്ധം ചെയ്തപ്പോൾ, അവന്റെ അപ്പന്റെ സ്ഥാനത്തായിരുന്ന മോശ അവന് വേണ്ടി കരമുയർത്തി മലമുകളിൽ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. മോശയ്ക്ക് യോശുവ പുത്രനായിരുന്നു. പിതാവേ എന്നാണ് യോശുവ മോശയെ അഡ്രസ് ചെയ്യുന്നത്. അവൻ അവൻ്റെ അപ്പൻ്റെ കൈക്ക് വെള്ളം ഒഴിക്കുന്നവനായി, അവൻ്റെ അപ്പൻ്റെ കാൽക്കൽ നിന്ന് പഠിക്കുന്നവനായി, അപ്പനെ ശുശ്രൂഷ ചെയ്യുന്നവനായി ഒരപ്പനും മകനും എന്ന ബന്ധം മോശയിലും ജോഷുവയിലും ഉണ്ടായിരുന്നു. അപ്പൻ്റെ പ്രാർത്ഥന മകന് അനുഗ്രഹമായി, വിജയകാരണമായി. ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല മോശ പിതാവായിരുന്നു. എലീശയുടെ പിതാവ്, എലീശയുടെ പുത്രനായിരുന്നു. എലീശയുടെ പിതാവായിരുന്നു എലിയാവ്. പൗലോസിന്റെ പുത്രന്മാരായിരുന്നു തീത്തോസും തിമോത്തിയോസും ഫൈലേമൻ, ഓൾ ദീസ് പീപ്പിൾ. ഈ തലമുറയിലും സഹോദരങ്ങളെ, അപ്പന്മാരും മക്കളുമുള്ള covenant teams who minister together will bring the glory of God. ദൈവത്തിന്റെ ആ മഹിമ ഈ ഭവനത്തിൽ വരട്ടെ കർത്താവേ. ഈ ഭവനത്തിൽ പുത്രന്മാർ എഴുന്നേൽക്കട്ടെ. എത്ര വിശ്വാസികളുണ്ടെന്നുള്ളതല്ല, എത്ര ശിഷ്യന്മാരുണ്ടെന്നുള്ളതും അല്ല, തീർച്ചയായും ശിഷ്യഗണങ്ങൾ പെരുകട്ടെ. പുത്രന്മാർ വളർന്നു വർദ്ധിക്കട്ടെ. ഈ ഭവനത്തിൽ പുത്രത്വത്തിന്റെ ശക്തിയുടെ ആത്മാവ്, മഹിമയുടെ ആത്മാവ് ഇവിടെ ഇവരെ വളർത്തി വലുതാക്കി ഈ ദേശമെല്ലാം, അങ്ങയുടെ ദേശം മുഴുവൻ അങ്ങയുടെ തേജസ്സുകൊണ്ട് നിറയാൻ ഈ സഭ, പുറപ്പെട്ടു പോകുന്ന സഭ, പ്രവേശിക്കുന്ന സഭയാകട്ടെ. എക്സ്ട്രാ സഭ നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന സഭയാണ്. എന്നാൽ പുറപ്പെട്ട ഇന്നും യാത്ര ചെയ്യുന്നവരല്ല, നിങ്ങൾ പ്രവേശിക്കുന്ന സഭയാണ്. You will enter into the glory of the Lord. Enter into the glory of the Lord. നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന സഭയാണ്. നിങ്ങൾ തന്റെ മഹിമയിലേക്ക് പ്രവേശിക്കുക. Enter into the glory of the Lord. I speak prophetically over you. Enter into God's glory. Enter into God's glory, church. Walk into God's glory. Sons carry the glory. ആ ദൈവത്തിന്റെ ഗ്ലോറിയുടെ മുമ്പിൽ എല്ലാ മനുഷ്യ സാഹചര്യങ്ങളും മുട്ടുമടക്കട്ടെ. എല്ലാ രോഗങ്ങളും മുട്ടുമടക്കട്ടെ. എല്ലാ ഇല്ലായ്മകളും മുട്ടുമടക്കട്ടെ. എല്ലാ തർക്ക വിഷയങ്ങളും മുട്ടുമടക്കട്ടെ.
എല്ലാ പൈശാചിക ബന്ധനങ്ങളും ബാധകളും മുട്ടുമടക്കട്ടെ. ദൈവത്തിന്റെ മഹിമയുടെ വെളിപ്പാടിന് മുമ്പിൽ ഈ ഭൂമി പോലും ദൈവത്തിനുമാണ് തേജസ്സാകുന്ന സ്വാതന്ത്ര്യം കാത്തുകെട്ടി ഈറ്റുന്നവോടെ ഇരിക്കുന്നത്. ദൈവത്തിന്മാർ വെളിപ്പെടുമ്പോൾ, മഹിമ വെളിപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഭൂമിക്കറിയാം. Glory manifest in your life and solutions will follow you. Father, thank you. Your name be glorified and may we be glorified in your glory. Thank you. Thank you, Father. In Jesus' name. Amen.